അനോണിമസ് കൂട്ടായ്മയുടെ സഹായം കൊണ്ടും ഈ ദിവസം ഞാൻ മദ്യപിച്ചിട്ടില്ല. എൻ്റെ പേര് വിനയൻ. ഹായ്, എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ദിവസം ഞാൻ ഈ ജ്വാല ഓൺലൈൻ മീറ്റിങ്ങിലെ ഒരു സേവകൻ, ഞാൻ അങ്ങോട്ട് ഒരു ദിവസം ഒരു മെസ്സേജ് അയച്ചു. കഴിഞ്ഞ ദിവസം ഈ വരുന്ന ബുധനാഴ്ച അല്ലെങ്കിൽ ഈ വരുന്ന ചില ദിവസങ്ങളിൽ എനിക്ക് ഫ്രീ ആണെങ്കിൽ ഞാനിങ്ങനെ ഒരു വിഷയം ഞാൻ അങ്ങോട്ട് ചോദിച്ചു. നീരസമാണ് ഈ പറയുന്ന നീരസം ഒരു പ്രധാന കുറ്റവാളി, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഈ വിഷയത്തെ കുറിച്ചിട്ട് 1-ാം നമ്പർ കുറ്റവാളി നീരസമാണ്. ഇത് യഥാർത്ഥത്തിൽ ഞാൻ ഇതിനെപ്പറ്റി ചിന്തിക്കാനുണ്ടായ കാരണം, എൻ്റെ ഈ സുബോധ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ചില സമയങ്ങളിലൊക്കെ ഞാൻ വ്യക്തിപരമായിട്ട് വല്ലാതെ ഒരു അസ്വാതന്ത്ര്യം അനുഭവിക്കുന്നു. അപ്പൊ അതിൻ്റെ പേരാണോ സുബോധം, അല്ലെങ്കിൽ അത് ഇല്ലാത്ത അവസ്ഥയാണോ സുബോധം, അല്ലെങ്കിൽ അതിനെ മറികടക്കൽ അതിജീവിക്കലാണോ സുബോധം എന്നൊക്കെ ഇങ്ങനെ ചിന്തകളിലൂടെ കടന്നുപോയി. യഥാർത്ഥത്തിൽ പലതരം പ്രതികൂലമായിട്ട് പ്രവർത്തിക്കുന്ന വികാരങ്ങൾ ഒരു മദ്യാസക്തൻ എന്ന രീതിയിലും ഒരു മനുഷ്യൻ എന്ന രീതിയിലും ദൈനംദിന ജീവിതത്തിൽ വന്നു പോയിക്കൊണ്ടേയിരിക്കാറുണ്ട്. അത് ഇന്ന് മാത്രമല്ല, കുടിക്കുന്ന കാലഘട്ടത്തിന്റെ അല്ലെ കുടി തുടങ്ങുന്നതിന്റെ മുന്നേയും കുടിച്ചതിന് ശേഷവും കുടിയിൽ നിന്ന് മാറി നിൽക്കുമ്പോഴും ഈ പ്രശ്നം എന്തുകൊണ്ടാണ്, ഈ അനുഭവിക്കുന്ന ആ വികാരം എന്താണ് പൂർണ്ണമായി മാറാതെ നിൽക്കുന്നത്? ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുന്നു, ലിറ്ററേച്ചറുകളിലെ ചില ഭാഗങ്ങളിലൊക്കെ വല്ലപ്പോഴൊക്കെ നോക്കുന്നു, മീറ്റിങ്ങുകളിലെ അംഗങ്ങളുടെ ഷെയറിങ്ങുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. ആദ്യകാലത്തൊക്കെ ഞാൻ എന്ത് പറയണമെന്നതിനെ കുറിച്ച് ആലോചനയിൽ ശ്രദ്ധിക്കാറ് വളരെ കുറവായിരുന്നു. അപ്പൊ അതിലൊക്കെ മാറ്റം വന്നു. പുസ്തകങ്ങളിലെ ചില വരികളോ മറ്റതോ ഒരു ഹാർട്ട് ടച്ച്, ഹൃദയത്തിൽ സ്പർശിച്ചു കഴിഞ്ഞാൽ അതിന്റെ വിശദാംശങ്ങൾ തേടി പോകാൻ തുടങ്ങി, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയാനുള്ള ആഗ്രഹം ജനിക്കാൻ തുടങ്ങി. ഈ പറയുന്ന പോലെ പടികളിൽ എവിടെയാണ് ഇത്തരം കാര്യങ്ങൾ വ്യക്തമായിട്ട് സൂചിപ്പിച്ചത്, എന്നിട്ടും എന്തുകൊണ്ട് എൻ്റെ പ്രതികൂല വികാരങ്ങൾ വിട്ടുമാറുന്നില്ല, അനുകൂല വികാരങ്ങൾ എന്തുകൊണ്ട് നിലനിൽക്കുന്നില്ല? അപ്പൊ ഇത് ആൽക്കഹോളിസത്തിന്റെ മാത്രം പ്രശ്നമാണോ, കുടിച്ചത് കൊണ്ട് മാത്രം സംഭവിച്ച ഒരു മാനസിക അവസ്ഥയാണോ എന്നൊക്കെ ചിന്തിക്കേണ്ടി വന്നു. അങ്ങനെ ഇരിക്കുകയാണ് കഴിഞ്ഞ ഏതോ ഒരു ദിവസത്തിലൊരു പത്രത്തിലാണോ ഇനി ഫേസ്ബുക്ക് സ്റ്റോറിയിലാണോ എന്തോ അറിയില്ല, അച്ഛനെ കൊന്ന അത് കണ്ട ഒരു മകൻ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ അത് ദൃക്സാക്ഷിയായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ആ കൊലപാതകിയെ ഈ മകൻ വളർന്നു വന്നതിന് ശേഷം അതുപോലെ വെട്ടിക്കൊന്നു. അപ്പോ അതിൻ്റെ പേരാണോ പക, അല്ലെങ്കിൽ അതിൻ്റെ പേരാണോ നീരസം, അതിൻ്റെ പേര് ദേഷ്യം എന്നാണോ? അയാൾ മദ്യാസക്തനുമല്ല. അയാളുടെ ജീവിതം ആ ഒരു പ്രശ്നം കൊണ്ട് അത്രയും കാലഘട്ടങ്ങളിൽ അനിയന്ത്രിതമായ മദ്യത്തിലേക്ക് ആ വ്യക്തി പോയിട്ടില്ല. ആ യുവാവുന്ന കാലഘട്ടം വരെ അങ്ങനെ ഒരു പ്രശ്നം അയാളുണ്ട് എന്ന് കുടുംബാംഗങ്ങൾക്ക് പോലും അറിയാൻ പറ്റിയിട്ടില്ല. പക്ഷെ അയാൾ ആ പ്രവൃത്തി ചെയ്തു. അപ്പോൾ മദ്യാസക്തരല്ലാത്ത മനുഷ്യർക്കും ഇത്തരം വികാരങ്ങൾ ഉണ്ടെങ്കിൽ, അത് മദ്യാസക്തനായ എന്നിലാണെങ്കിൽ അതും തമ്മിലുള്ളൊരു താരതമ്യ ചിന്തകളൊക്കെ ഞാൻ ഇങ്ങനെ കടന്നുപോയി. അപ്പൊ സ്വാഭാവികമായിട്ടും എന്തുകൊണ്ട് അതൊക്കെ ചിന്തിക്കുന്നു എന്ന് ചോദിച്ചാൽ വേറെ പണിയില്ലാത്തത് കൊണ്ടല്ല, ഉള്ള ജീവിതത്തില് ഈ പറയുന്ന കൈകാര്യം ചെയ്യാൻ പറ്റാത്ത മേഖലകൾ കൂടുതലാവുമ്പോൾ ഉള്ള അശക്തത മറികടക്കാനോ അല്ലെങ്കിൽ അതിൽ ഞാൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിലേക്ക് എൻ്റെ മനസ്സ് കൂടുതൽ ഫോക്കസ് ചെയ്ത് ചിന്താകുഴപ്പം ഉണ്ടാക്കുന്നതിന് പകരം ആൽക്കഹോളിക്സ് അനോണിമസുമായിട്ടുള്ള ബന്ധപ്പെട്ട
കാര്യങ്ങളുമായിട്ടൊക്കെ ഉള്ള രണ്ട് തരത്തിൽ ഈ കാര്യത്തിനെ വിലയിരുത്താറുണ്ട് ഞാൻ. അനാരോഗ്യകരമായ ഇടപെടലുകൾ ഞാൻ പലപ്പോഴും AI നടത്താറുണ്ട്. അങ്ങനെ നടത്തിയിട്ടും എൻ്റെ സമയത്തെ അല്ലെങ്കിൽ എൻ്റെ പ്രശ്നങ്ങളിൽ നിന്ന് എനിക്ക് മാറി നിൽക്കാം. അതേസമയം എൻ്റെ ജീവിതാനുഭവങ്ങളും ഇത്തരം ഇപ്പോൾ അനുഭവിക്കുന്ന ദുരിതവും ദുഃഖവും ദാരിദ്ര്യവും എല്ലാം അനുഭവിക്കുമ്പോഴും അതിൻ്റെ വേദന മറികടക്കാൻ AI ഈ പറയുന്ന പ്രതിവിധി ചിന്തകളിലൂടെയും എനിക്ക് എൻ്റെ സമയത്തെ കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന് അടുത്തിടെ തോന്നിയൊരു ചിന്തയാണ്. അപ്പൊ അങ്ങനെ വന്നപ്പോഴാണ് വ്യക്തിപരമായ ഒന്ന് രണ്ട് അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിലൂടെ ഈ അടുത്ത കാലത്ത് കടന്നുപോയി. പലപ്പോഴും ഞാൻ ഈ ക്ലോസ്ഡ് അല്ലെങ്കിൽ റിക്കവറി മീറ്റിങ്ങുകളിലോ ഫിസിക്കൽ മീറ്റിങ്ങുകളിലോ ഇതുപോലെ തന്നെയുള്ള ഓൺലൈൻ മീറ്റിങ്ങുകളിലൊക്കെ പങ്കുവെച്ചതുമാണ്. സുഹൃത്തുക്കൾക്ക് അംഗങ്ങൾക്ക് അത് അറിയുകയും ചെയ്യാം. അപ്പോ എൻ്റെ പ്രശ്നം പ്രത്യേകിച്ച് ഇത് കൂടുതൽ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത് പല ഓൺലൈൻ മീറ്റിങ്ങുകളിലും പടികളെ ആസ്പദമാക്കിയുള്ള ഷെയറിങ്ങുകളും ഡെയിലി റിഫ്ലക്ഷൻ, അതായത് മാസം ഓരോ ദിവസങ്ങളിലും ഇപ്പോൾ 12 മാസം 12 പടികളായത് 12 മാസം ആയതുകൊണ്ടാണോ 12 എണ്ണം പടികൾക്ക് വന്നത് എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എന്നാലും 12 മാസത്തിന്റെ ഒരു കണക്കുള്ളത് കൊണ്ടും 12 പടികൾക്ക് എണ്ണം ഉള്ളത് കൊണ്ടും ഓരോരോ മാസത്തിൽ അതാത് മാസത്തിന്റെ പടിയായിട്ട് പറയാറുണ്ട്. അത് പൂർണ്ണമായിട്ടും ശരിയാണെന്ന് ഞാൻ അംഗീകരിക്കുന്നില്ല. കാരണം ഏത് പടിയാണ് ഈ മാസം എനിക്ക് ഉപകാരപ്പെടുക, ഞാനിപ്പോൾ 8ാമത്തെ പടി മാത്രമേ നിൽക്കുള്ളൂ എന്നൊരു ധാരണയിൽ നിൽക്കുമ്പോൾ എൻ്റെ സ്വയം വിലയിരുത്തലുകളൊന്നും നടക്കില്ല. അപ്പൊ ഏറെക്കുറെ ആ ഒരു പഠന പരിശീലനത്തിന് ഒരു എളുപ്പം കിട്ടാൻ അതാത് മാസത്തെ താരതമ്യം ചെയ്തിട്ട് അതാത് മാസത്തെ പടികളുടെ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത് കൊണ്ട് ഒരു 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 തോന്നൽ ഇതൊക്കെ ഒന്ന് അറിയണം, അല്ലെങ്കിൽ ഇതെന്താണ് ഇതിൻ്റെ വാക്കുകളുടെ അർത്ഥം, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരിശീലിച്ചു കഴിഞ്ഞാൽ എൻ്റെ ലൈഫിൽ ജീവിതവുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ ഇത് പരിശീലിക്കാത്ത ജീവിതവും എനിക്ക് അനുഭവത്തിലുണ്ട്. കുറച്ച് കൂടുതൽ വർഷങ്ങൾ തന്നെയുണ്ട്. പടികളുടെ ആവശ്യങ്ങളില്ല, ബിഗ് ബുക്കിന്റെ അത്ര ആവശ്യങ്ങളില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള രീതിയിൽ ഞാൻ ജീവിച്ചു നോക്കി. ഇപ്പോ ഒരു ഏറെക്കുറെ എൻ്റെ ഒരു 3 വർഷവും 2 മാസവും ഒരു 10 ദിവസവും ആയിട്ട് ഞാൻ മദ്യപിക്കുന്നില്ല. അപ്പൊ ഇത്രയും വർഷങ്ങളിൽ ഒക്കെ തന്നെ ഈ ജ്വാല ഉൾപ്പെടെയുള്ള ഓൺലൈൻ മീറ്റിങ്ങുകളിലൂടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായിട്ട് കടന്നു പോകുന്നുമുണ്ട്. അപ്പൊ എൻ്റെ നഷ്ടപ്പെട്ട കുറച്ച് കാലങ്ങളിലെ സുബോധ ജീവിതവും പിന്നെ പുനർപതനത്തിലൂടെ കടന്നുപോയ കുറച്ച് മദ്യപാന ജീവിതവും ഇപ്പോ സുബോധം എന്ന് പറഞ്ഞതും കിട്ടുന്നില്ല, പുനർപതനം എന്ന് പറഞ്ഞത് സംഭവിക്കുന്നുമില്ല. സുബോധം എന്ന് പറഞ്ഞ യഥാർത്ഥത്തിലുള്ള സങ്കല്പം അല്ലെങ്കിൽ അതിന്റെ എല്ലാ അർത്ഥത്തിലും അനുഭവിക്കാൻ പറ്റുന്നുമില്ല. എന്നാൽ എനിക്ക് പുനർപതനം വീണ്ടുമുള്ളൊരു കുടി എന്ന പുനർപതനം എന്നത് കുടി മാത്രം ആശ്രയിച്ചിരിക്കുന്നതല്ല. ആദ്യം എനിക്ക് മാനസികമായിട്ട് പുനർപതനം സംഭവിക്കാറുണ്ട്. അത് വൈകാരിക തലങ്ങളിൽ കാലങ്ങളോളം നിൽക്കാറുണ്ട്. പിന്നെ ഞാൻ ഭ്രാന്ത് പിടിച്ച് കുപ്പിയും ഗ്ലാസ്സൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഉള്ള പുനർപതനങ്ങളും സംഭവിക്കൽ കുറെ കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ രണ്ടും അല്ലാത്ത അവസ്ഥയിൽ ഇത് സുബോധത്തിലേക്കുള്ള ഒരു ഘട്ടമാണോ എന്നൊക്കെ ഞാൻ ഇതിനെ കുറിച്ചൊക്കെ വായിക്കാനൊക്കെ ശ്രമിക്കാറുണ്ട്. എങ്ങനെയൊക്കെ നോക്കുമ്പോഴും എന്നെ സംബന്ധിച്ച് ഈ അനുഭവങ്ങൾ എൻ്റെ ലൈഫിൽ കുപ്പിയുടെ അനുഭവം തീവ്രമായ ഞാനത് പൊള്ളിയപ്പോ അല്ലെങ്കിൽ അതിൻ്റെ കുപ്പിയുടെ പ്രഹരം, ഒരു വാക്ക് അങ്ങനെ കേട്ടു, കുപ്പിയുടെ അടി കിട്ടിയപ്പോ എനിക്ക് തടയേണ്ടതാണ് എന്ന് ആ സമയത്ത് തോന്നി. ഇനി എനിക്ക് അടി കിട്ടിക്കൂടാ, ഇനി എനിക്ക് ആ വേദന അനുഭവിച്ചൂടാ. അപ്പോഴാണ് വേദനയില്ലാത്ത ജീവിതത്തെ കുറിച്ച് ചിന്തിച്ചതും കുപ്പിയില്ലാത്ത ജീവിതത്തിൽ കുപ്പിയുടെ വേദന ഏതായാലും ഉണ്ടാവില്ല, ജീവിതത്തിന്റെ വേദന മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ളൊരു ചിന്തയിലേക്ക് തീരുമാനത്തിലേക്ക് ഞാൻ എത്തിയതും. ഇവിടെ അതിനുശേഷമുള്ള എൻ്റെ ഈ പറയുന്ന മദ്യപിക്കാത്ത കാലങ്ങളിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളൊക്കെ ആയിട്ട് അല്ലെങ്കിൽ മാസങ്ങളായിട്ട് ഈ
ഈ ബന്ധങ്ങൾ, അതായത് വ്യക്തികളുമായിട്ടും സ്ഥാപനങ്ങളുമായിട്ടും വസ്തുക്കളുമായിട്ടും ഒക്കെയുള്ള ബന്ധങ്ങൾ, ഈ ബന്ധങ്ങൾ എന്നത് കാരണം ഈ എട്ടാമത്തെ ഒരു പടി ഈ കുറച്ചും കൂടി വായിച്ചു നോക്കുമ്പോൾ എൻ്റെ ബന്ധങ്ങളെ ബാധിച്ച അസുഖം, ഞാൻ മദ്യാസക്ത രോഗിയാണ്. അതിൻ്റെ ഒരു ആത്മീയ രോഗത്തിൻ്റെ ഒരു പരിവേഷം കൂടിയുണ്ട്. അപ്പൊ അതൊക്കെ തന്നെ എൻ്റെ ബന്ധുക്കളെ ഇടയിൽ ഞാനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ബന്ധങ്ങളെ ബാധിച്ച അസുഖം ഞാൻ കേട്ടപ്പോൾ ആദ്യം ചിന്തിച്ചത് മനുഷ്യരുമായിട്ട് മാത്രം ബന്ധപ്പെട്ട ഒരു വിഷയമാണെന്നാണ്. ഞാനുമായി ബന്ധപ്പെട്ട ഏതൊരു കാര്യത്തിനും ഈ രോഗത്തിന്റെ ഒരു ബാധ ഈ പ്രേതബാധ എന്നൊക്കെ പറഞ്ഞതുപോലെ ഒരു ബാധ കൂടിയതുപോലെ പലപ്പോഴും എനിക്ക് ലൈവായിട്ട് അനുഭവപ്പെടാറുണ്ട്. ഒരു കയ്യിന്റെ നഖം മുറിക്കുന്നത്, ഒരു ചെരുപ്പ് കഴുകുന്നത്, വസ്തുക്കളാണല്ലോ ചെരുപ്പൊക്കെ, ഒരു ബൈക്ക് കഴുകി വൃത്തിയാക്കുന്നത്, അതുപോലെ തന്നെ ആവശ്യം വേണ്ട ഒരു അടിവസ്ത്രം വാങ്ങുന്നതിൽ വരെയുള്ള ഒരു അലസതാ മനോഭാവമോ ഒരു നീക്കിവെക്കൽ പ്രക്രിയയോ, ഇങ്ങനെയൊക്കെ ഓരോ ഞാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ശരിയായ ഒരു തീരുമാനങ്ങളിലേക്ക് എത്തിപ്പെടാൻ വൈകുന്നുണ്ട്. തീരുമാനം എടുക്കുന്നുണ്ട്, നടപ്പിലാകുന്നില്ല. പക്ഷെ സമയം എടുത്തിട്ടേ നടപ്പിലാവുന്നുള്ളൂ. ഇങ്ങനെ നോക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളോടൊക്കെ തന്നെ ഞാൻ എന്ന മനുഷ്യൻ, വിനയൻ, എൻ്റെ ബോഡി, ശരീരം, എൻ്റെ മനസ്സ്, എൻ്റെ ചിന്ത, അതിനോട് തോന്നുന്ന അത്തരം കാര്യങ്ങളോട് തോന്നുന്ന എൻ്റെ വികാരം, വൈകാരിക തലം, ഇതിലൊക്കെ തന്നെ എന്തോ ഒരു കാര്യം തടസ്സമായിട്ട് നിൽക്കുന്നതായിട്ട് കണ്ടെത്തി. അതിൽ ഇന്ന് ഒരു മൂഡില്ല, ഇന്ന് തോന്നിയില്ല എന്നൊക്കെ പറയുമ്പോഴും അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു വൈകാരിക അവസ്ഥ എന്താണ് എന്ന് നോക്കുമ്പോൾ ഞാൻ എന്നൊരു മനുഷ്യൻ പറ്റുന്നില്ല പല കാര്യങ്ങളും. അപ്പം എന്നിൽ എന്തോ ഒരു കുറ്റമുണ്ട്, എന്നിൽ എന്തോ ഒരു കുറവുണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ പറഞ്ഞു, ഞാനൊരു രോഗിയാണ്. കാലങ്ങളോളം പറഞ്ഞ് ശീലിച്ചത് ഞാനൊരു രോഗാവസ്ഥയിലാണ്, ഞാൻ മദ്യപാന രോഗിയായതുകൊണ്ട് എനിക്ക് ഇങ്ങനെയൊക്കെയുള്ള ചില ഡീമെറിറ്റ്സ്, പാകപ്പിഴകളൊക്കെ എനിക്കുണ്ട്. അപ്പോ ഞാൻ ഇങ്ങനെയായാൽ മതിയോ? ഇങ്ങനെയായാൽ ഞാൻ എങ്ങനെ ഈ കാര്യങ്ങളൊക്കെ നടപ്പിൽ വരുത്തും? വളരെ ലളിതമായ കാര്യങ്ങളിൽ മാത്രമാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോഴും ഞാൻ നിങ്ങളോട് ബോധ്യപ്പെടുത്തുന്നു, എൻ്റെ ഈ മഴക്കാലം ആയതുകൊണ്ട് പലപ്പോഴും ചെരുപ്പിന്റെ ഉള്ളിൽ വെള്ളം കയറിക്കഴിഞ്ഞാൽ അത് കുറച്ച് ദിവസം സ്മെല്ല് വരും ചില സമയങ്ങളിൽ. പിന്നെ അത് 2 ദിവസം വെയിലൊക്കെ ആവുമ്പം തണുപ്പിന്റെ അല്ലെങ്കിൽ അതിന്റെ നനവൊക്കെ ഒന്ന് പോയി വരുമ്പോൾ സാധാരണഗതിയിൽ പ്രശ്നമൊന്നും ഇല്ലാതുള്ളൊരു തോന്നൽ വരാറുണ്ട്. അതും കഴിഞ്ഞ് ചില സമയത്ത് ഒന്ന് നനഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ആ സ്മെല്ല് വരുന്നു. ഒരു കാര്യം മാത്രം എനിക്ക് ചെയ്താൽ മതി, ആ ചെരുപ്പൊന്ന് സോപ്പിട്ട് കഴുകി കഴിഞ്ഞാൽ ആ പ്രശ്നം അവസാനിപ്പിക്കാം. ഇപ്പോ അതിനത്ര പ്രശ്നമില്ലല്ലോ എന്നൊരു തോന്നലില് ഞാൻ മാറി നിൽക്കുന്നു. യഥാർത്ഥത്തിൽ ആ ഒരൊറ്റ കാര്യം മാത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ ജീവനില്ലാത്തൊരു ചെരുപ്പുമായിട്ടുള്ള എൻ്റെ ബന്ധത്തിന്റെ ഈ ഒരു പരിപാലനത്തിൽ വരുന്ന ഈ ഈ അലംഭാവം എന്തുകൊണ്ട് എന്നൊക്കെ എനിക്ക് ഒന്ന് ചിന്തിച്ചു പോയപ്പോ, എൻ്റെ കുട്ടിക്കാലത്ത് എനിക്ക് ഈ ചെരുപ്പ് തേഞ്ഞു കഴിഞ്ഞാൽ, ഹവായി ചെരുപ്പാണെന്നൊക്കെ പലപ്പോഴും സ്കൂളിൽ പോകുമ്പോഴൊക്കെ അന്നത്തെ ഒരു അങ്ങനെയാണ്, അന്ന് അതേ കിട്ടുള്ളൂ. അപ്പൊ ഈ ചെരുപ്പ് തേഞ്ഞ് ഈ കാലിന്റെ അടിയിൽ ഒക്കെ റോഡിൽ ഒക്കെ തൊടാൻ തുടങ്ങുമ്പോഴാണ് ഒരു ചെരുപ്പ് എൻ്റെ അച്ഛൻ വാങ്ങിത്തരാറുള്ളൂ. ഒന്ന് ചീയണം, ഒന്നിന് വളമാകാൻ.
ആ ഒരു ശൈലി ആയതുകൊണ്ടാവാം. അത് തന്നെ എനിക്ക് കിട്ടണമെങ്കിൽ എൻ്റെ അച്ഛനോട്, അച്ഛാ എൻ്റെ മോളിപ്പം പെട്ടെന്ന് അച്ഛൻ ഒരു 500 രൂപ GPay അയക്കി, എൻ്റെ ചെരുപ്പ് പൊട്ടി വഴിയെന്ന്, ഇപ്പൊ പോയിട്ട് ചെരുപ്പ് വാങ്ങണം. അപ്പോഴേക്കും ഞാൻ അയച്ചു കൊടുത്തു. അത്ര അത്ര ഈസി അല്ലായിരുന്നു എൻ്റെ കുട്ടിക്കാലത്ത് ഒരു ചെരുപ്പ് വേണമെങ്കിൽ എൻ്റെ അച്ഛനോട് പറയാൻ എനിക്ക് ധൈര്യം പോരാ. അച്ഛൻ്റെ സ്വഭാവത്തിലെ കർക്കശതയാവാം, അല്ലെങ്കിൽ സാഹചര്യങ്ങൾ, വീട്ടിലെ സമ്മർദ്ദങ്ങളാവാം. അത് അമ്മയോട് പറഞ്ഞ് അമ്മ അച്ഛൻ്റെ മട്ടും ഭാവവും ഒക്കെ നോക്കി പറയുമ്പോഴേക്ക് തന്നെ 2 ആഴ്ച കഴിയും. പിന്നെ അച്ഛനൊരു തീരുമാനം എടുക്കണമെങ്കിൽ, അപ്രൂവൽ സാങ്ഷൻ കിട്ടണമെങ്കിൽ ചിലപ്പോൾ വീണ്ടും 2 ആഴ്ച കഴിയും. അങ്ങനെ ചെരുപ്പില്ലാതെ സ്കൂളിൽ പോകുമ്പോഴും ഈ പറയുന്നത് പോലെ എൻ്റെ മനസ്സിൽ ചെരുപ്പെന്ന വസ്തുവിനോട് തോന്നിയത്, ചെരുപ്പില്ലെങ്കിലും എനിക്ക് റോഡിലെ ചുട്ടുപൊള്ളുന്ന ടാർ റോഡിലെ ആ പൊള്ളുന്ന പൊള്ളലെ നേർക്ക് ഏൽക്കുമ്പോഴും ആ പൊള്ളലിനേക്കാളും ശക്തമായ എന്നിൽ ഒരു വികാരം വന്നത്, ഈ തന്ത എൻ്റെ തന്ത തന്നെയാണോ? ഞാൻ ഒരു അവിഹിത ഗർഭത്തിലോ മറ്റോ ഉണ്ടായിപ്പോയൊരു മകനാണോ? ഒരു 5-ാം ക്ലാസ് 6-ാം ക്ലാസ്സുകാരൻ്റെ കണ്ടുപിടുത്തങ്ങളാണതൊക്കെ. അങ്ങനെ വല്ലതുമാണോ സംഭവിച്ചത്? അതുകൊണ്ടാണോ എന്നെ അത്ര അങ്ങോട്ട് നോക്കാത്തത്, അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊന്നും ഗൗനിക്കാത്തത്? ഇതുപോലെയല്ലല്ലോ എൻ്റെ പെങ്ങൾക്ക് അച്ഛൻ്റെ പരിലാളന കിട്ടുന്നത്, പറയുമ്പോഴേക്ക് കൊണ്ടു കൊടുക്കുന്നുണ്ടല്ലോ. സത്യത്തിൽ അതിൻ്റെ ഒരു റൂട്ട്, ആ വേരുകളുടെ ആഴം കണ്ടെത്തിയത് ഇന്ന് ഈ വെള്ളം നനഞ്ഞ് ഈ പറയുന്ന സ്മെല്ല് വരാൻ തുടങ്ങിയ ആ ചെരുപ്പ് കഴുകാനുള്ള എൻ്റെ അലംഭാവം അന്നത്തെ, അല്ലെങ്കിൽ ഏതോ എൻ്റെ കുടിയുടെയൊക്കെ മുന്നേ, വർഷങ്ങൾക്ക് മുന്നേ എന്നിലുണ്ടായ ഒരു ചെരുപ്പ് കാരണം എന്നിലുണ്ടായ എൻ്റെ സ്വന്തം പിതാവിനോട് തോന്നിയ ആ വൈകാരിക അവസ്ഥ ഇന്ന് ഞാൻ പ്രകടിപ്പിക്കുന്നത് അതില് എനിക്ക് കണ്ടെത്താൻ പറ്റിയ കാര്യമാണ്. അപ്പോ ഇത് വെറും ഒരു ദേഷ്യത്തിൽ പറയാൻ പറ്റില്ല. അന്ന് എനിക്ക് ദേഷ്യം തോന്നി, അച്ഛൻ ചെരുപ്പ് വാങ്ങി തന്നില്ല, അല്ലെങ്കിൽ പറഞ്ഞ സമയത്ത് കിട്ടിയില്ല, എനിക്ക് അച്ഛനോട് ദേഷ്യം തോന്നി. അപ്പൊ ദേഷ്യമല്ല ഈ വികാരം, പെട്ടെന്ന് തോന്നിയ ഒരു ദേഷ്യമല്ല. മാസങ്ങളോളം, വർഷങ്ങളോളം, അതിനുശേഷം ഞാൻ ജോലിയൊക്കെ കിട്ടി, ഞാൻ ബാറ്റയുടെ ഏറ്റവും നല്ല ഷൂസ് വാങ്ങി ഞാൻ ധരിച്ചു. 2 ചെരുപ്പുകൾ ഒരുമിച്ച് ധരിച്ചു. ഒരുമിച്ച് ധരിക്കാൻ ഉദ്ദേശിക്കുന്നത് 2 സെറ്റ്, 2 ജോഡി. ഒന്ന് ഈ പറഞ്ഞ പോലെ ഓഫീസിൽ പോകുമ്പോഴും ഇടാനും, എൻ്റെ ജോലിക്ക് ഇടാനും. ഒന്ന് സാധാരണ പുറത്തൊക്കെ പോകുമ്പോൾ ഇടാനും. ഈ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ ഷൂസ് ഇട്ട് പോകാൻ പറ്റില്ലല്ലോ, ഷൂസും സോക്സ് ഒന്നും. അപ്പൊ അതിന് വേണ്ടിയിട്ട് മറ്റൊന്നും. ശരിക്കും അതുപോലും അതിൻ്റെ പിന്നിൽ ഒരു ഞാൻ വാങ്ങി, അല്ലെങ്കിൽ എന്നെ കൊണ്ടാവും, ഇനി ഇവരെ ഒരു ഓശാരം എനിക്ക് വേണ്ട ഒരു പ്രതികാരത്തിൻ്റെ ഒരു തലം എൻ്റെ മനസ്സിൽ. അപ്പൊ എനിക്ക് ആവശ്യമുള്ളൊരു സാധനം വാങ്ങുമ്പോഴും അത് സ്വാഭാവികമായ ആവശ്യത്തിന് ഉപയോഗിക്കാനാണ് എന്ന ചിന്തയ്ക്കപ്പുറം ഇത് കാലങ്ങൾക്ക് മുന്നേയുള്ള ഒരു പ്രതികാരത്തിൻ്റെ ആ വസ്തുവിലൂടെ ഞാൻ പ്രകടിപ്പിച്ചപ്പോൾ യഥാർത്ഥത്തിൽ എനിക്ക് ഇതിനെക്കുറിച്ച് ഒന്ന് പഠിക്കേണ്ടി വന്നു. അങ്ങനെയാണ് ആൽക്കഹോളിക്സ് അനോണിമസിലെ ഈ പടികളുടെ ഭാഗമായിട്ട് പോകുമ്പം ഈ 4ാമത്തെ പടി ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന അധ്യായത്തിൽ 64 ആണ് പേജ് നമ്പർ കാണുന്നത് മലയാളത്തിൽ. ഇംഗ്ലീഷിലും 64 തന്നെയാണ് ആ പേജ് നമ്പർ കാണുന്നത്. അതിൽ അവസാന പാരഗ്രാഫിൽ, ആ പേജിൽ അവസാന പാരഗ്രാഫിൽ ഒരു വാക്ക് കണ്ടു. ആ വാക്ക് ഇങ്ങനെയാണ്:
ഒരു മിനിറ്റ്, അതൊന്നും എടുക്കട്ടെ. ആ വാക്ക് ഇങ്ങനെയാണ് വരുന്നത്: റിസെന്റ്മെന്റ് ഈസ് ദ നമ്പർ വൺ ഒഫൻഡർ. വിദ്വേഷമാണ് പ്രധാന ശത്രു എന്നാണ് മലയാളത്തിൽ കണ്ടത്. പക്ഷെ അത് എനിക്കൊരു എരിവും പുളിയും പോരാത്തതുപോലെ തോന്നി. അത്ര അങ്ങോട്ട് എര പോരാ. വിദ്വേഷം എന്ന് പറഞ്ഞാൽ വേറിട്ട ദേഷ്യമെന്നോ വീണ്ടും വന്ന ദേഷ്യമെന്നോ വേണമെങ്കിൽ ഒന്ന് ആ അർത്ഥത്തെ ഒന്ന് നീട്ടി വലിക്കാം. പക്ഷെ ഇംഗ്ലീഷ് പുസ്തകത്തിൽ പറഞ്ഞത് റിസെന്റ്മെന്റ് ഈസ് ദ നമ്പർ വൺ ഒഫൻഡർ. ഒഫൻഡർ എന്ന് ഉദ്ദേശിക്കുന്നത് കുറ്റം ചെയ്യുന്നവൻ, പാപം ചെയ്യുന്നവൻ എന്നൊക്കെ ഒരു അർത്ഥമാണ് കണ്ടെത്താൻ പറ്റിയത്, കുറ്റവാളി. പക്ഷെ ചെയ്തത് ഞാനാണല്ലോ, എന്നിലാണല്ലോ ഈ വികാരം വന്നത്. പക്ഷെ ബിഗ് ബുക്ക് എന്തുകൊണ്ട് പറയുന്നു വിനയനാണ് കുറ്റവാളി എന്ന് പറയുന്നില്ല? ദ റിസെന്റ്മെന്റ് ഈസ് ദ നമ്പർ വൺ ഒഫൻഡർ, അത് മാത്രമേ പറയുന്നുള്ളൂ. ഈ ഒരു പോയിന്റ് ആണ് ഇന്നത്തെ ആ വിഷയത്തിലേക്ക് എന്നെ എത്തിച്ചത്. ഈ അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷൻ ആൽക്കഹോളിസം ഈസ് എ ഡിസീസ് നോട്ട് എ ക്രൈം, ഇതൊരു കുറ്റമല്ല, ഇതൊരു രോഗമാണ് എന്ന് ഒരു പ്രമേയം പാസ്സാക്കിയിട്ടാണ് അവതരിപ്പിക്കുന്നത്. കാരണം ഇത് തെറ്റിദ്ധരിച്ചൊരു കാര്യമാണ്. ആരാണ് മദ്യാസക്തി രോഗമാണെന്ന് പറഞ്ഞത്? ആൽക്കഹോളിക്സ് അനോണിമസിലെ മുതിർന്ന ചില അംഗങ്ങൾ പല മീറ്റിങ്ങുകളിലും പറഞ്ഞു കേട്ടിട്ടുണ്ട്, WHO പ്രഖ്യാപിച്ചു എന്ന്. WHO അല്ല പ്രഖ്യാപിച്ചത്, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അല്ല ഇതിനെ കുറിച്ചിട്ട്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അതിന്റെ നിർദ്ദേശങ്ങളും പിന്നെ അതിന്റെ ഒരു സ്പ്രെഡ് ചെയ്യാൻ ഒക്കെ കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷൻ ആണ് എനിക്ക് കിട്ടിയ രേഖകൾ പ്രകാരം ഇതിനൊരു ഡിസീസ് ആയിട്ട് പ്രഖ്യാപിച്ചത്. ആ ഡിസീസില് അപ്പൊ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്, എന്തുകൊണ്ട് ബിഗ് ബുക്ക് എന്നെ കുറ്റവാളി ആക്കുന്നില്ല? ഞാനാണ് ഈ ഒരു മാനസിക കുറ്റം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അപ്പോഴാണ് ഇതിനെക്കുറിച്ച് ഓർമ്മ വന്നപ്പോ അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷൻ പറയുന്നത് ഇതൊരു ഡിസീസ് ആണ് എന്ന് പറയുന്നതിന് കാരണങ്ങളുണ്ട്. വെറുതെ അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കുന്ന ഒരു ലോകമല്ല അന്നും ഇന്നും. ഈ ഫിസിക്കൽ അലർജിയും ഈ മെന്റൽ ഒബ്സഷനും ഏതോ എല്ലാം കൂടി കലർന്ന കുറെ കട്ടുകട്ടിയ വാക്കുകളൊക്കെ ചേർത്തിട്ട് പറഞ്ഞത് ഡിസീസാണ്. അതിൽ പറയുന്ന ഒരു പ്രധാന ഡെഫിനിഷനിൽ പറയുന്ന പ്രധാന ഒരു വരികളുണ്ട്. ഈ പറയുന്ന ശാരീരിക അലർജിയൊക്കെ ഓക്കെ, ആസക്തിയുടെ പേരാണ് ഈ അലർജി, ഒടുങ്ങാത്ത ആസക്തി. പിന്നെ അതുപോലെ അത്തരം കാര്യങ്ങളോടുള്ള മാനസികമായ വിധേയത്വം. അതുപോലെ ചിലപ്പോൾ എനിക്ക് തോന്നി അതിനേക്കാൾ ഏറെ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു വിഷയം അല്ലെങ്കിൽ ഒരു വരി, സ്വഭാവത്തിൽ കാര്യമായ അപാകതകൾ ഒരു മനുഷ്യനിൽ വരുത്താൻ കഴിവുള്ള ഒരു അവസ്ഥയെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോ എൻ്റെ സ്വഭാവത്തിലാണ് ഇത് കടന്നുകൂടിയിരിക്കുന്നത്. ഞാൻ അത് കൂട്ടി വായിച്ചു ഈ രണ്ടാമത്തെ പടിയിലേക്ക്. ഈ പടികളുടെ നമ്മൾ ഈ വായിക്കുന്നത് ഇപ്പൊ ബിഗ് ബുക്കില് ഇതേ അധ്യായത്തിൽ തന്നെ ആണ് പറയുന്നത്, എന്താണ്, ഈ അർദ്ധമനസ്സോടെയുള്ള ചെയ്തികൾ ഞങ്ങൾക്കൊന്നും നേടി തന്നിട്ടില്ല, ഞങ്ങൾ വഴിത്തിരിവിൽ എത്തി നിൽക്കുന്നു, എല്ലാം തിരിച്ച് അദ്ദേഹത്തിന്റെ സംരക്ഷണത്തിനും സുരക്ഷയ്ക്കുമായി ഞങ്ങൾ യാചിച്ചു. രോഗശമനത്തിനുള്ള സോറി ഒരു കാള് വന്നതാണ് സോറി. രോഗശമനത്തിനുള്ള പരിപാടി എന്ന നിലയിൽ നിർദ്ദേശിക്കപ്പെട്ട നടപടികൾ താഴെ വിവരിക്കുന്നു. അതിൽ രണ്ടാമത്തെ പടി, അല്ലെങ്കിൽ ഞങ്ങളെ സുബോധവാന്മാരാക്കുവാൻ ഞങ്ങളെക്കാൾ ഒരു വലിയ ശക്തിക്ക് മാത്രമേ പറ്റുകയുള്ളൂ എന്ന് വിശ്വസിക്കാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ ബോധത്തിന് കാര്യമായ തകരാറുകൾ ഉള്ളത് കൊണ്ട് എൻ്റെ ബോധത്തിന് എൻ്റെ പ്രജ്ഞ അല്ലെങ്കിൽ എൻ്റെ സാധാരണ ചിന്തകൾക്ക് വരെ കാര്യമായ പ്രശ്നങ്ങൾ സംഭവിച്ചത് കൊണ്ട് അതിനെ ഒന്ന് മാറ്റാൻ ഈ നേരത്തെ ശാസ്ത്രീയ പഠനത്തിൽ പറയുന്നത് എൻ്റെ സ്വഭാവത്തിൽ അപാകതകൾ, സ്വഭാവത്തിൽ കാര്യമായ പ്രശ്നങ്ങൾ വന്നത്, പെരുമാറ്റ ദൂഷ്യങ്ങളെന്നോ പെരുമാറ്റ വൈകല്യങ്ങളെന്നോ മനോവൈകല്യങ്ങളെന്നോ ഒക്കെ വേണമെങ്കിൽ പ്രഖ്യാപിക്കാവുന്ന പറയപ്പെടുന്ന കാര്യങ്ങളിൽ മാറ്റാൻ എന്നേക്കാൾ വലിയൊരു ശക്തിയെ. അപ്പോൾ ഒരു ശാസ്ത്രീയ ആത്മീയ ഒരു കൂട്ടുകെട്ട്
അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷന്റെ ഡെഫിനിഷനിലും ആൽക്കഹോളിക്സ് അനോണിമസിന്റെ 2ാം പടിയും ചേർത്ത് വായിച്ചപ്പോ കണ്ടെത്താൻ പറ്റി. ഇതൊക്കെ എൻ്റെ ഒരു ഭ്രാന്തൻ കണ്ടെത്തലുകളാവാം, പക്ഷെ എനിക്കത് ഗുണം ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനത് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ ഈ സ്വഭാവത്തിലെ ഈ പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള ചില ഉദാഹരണങ്ങൾ, ആ 2ാമത്തെ പടി ഈ AMA ഡെഫിനിഷനും എല്ലാം കൂടി കൂട്ടി വായിച്ച് പിന്നെയും ഈ എയുടെ എഴുത്തും കുത്തുമായിട്ടൊക്കെ മുന്നോട്ട് പോയപ്പോ 4ാമത്തെ ഒരു ഘട്ടത്തിലേക്ക്, ആ പടിയിലേക്ക് എത്തിയപ്പോ, ഒരു വിലയിരുത്തലിലേക്ക് എത്തിയപ്പോ, ഇന്നത്തെ ചെരുപ്പിന്റെ പ്രശ്നമല്ല ഞാൻ എഴുതിയത്. ഞാൻ എഴുതിയത് എൻ്റെ ഈ 4ാം ക്ലാസ് 5ാം ക്ലാസ്സുകാരന്റെ തേഞ്ഞ ഹവായി ചെരുപ്പും റോഡിൽ ചുട്ടുപൊള്ളുന്ന ചൂടേറ്റ കാൽപാദങ്ങൾ, കാലിന്റെ അടിഭാഗങ്ങളുടെ വേദനയും, അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ഇയാൾ എൻ്റെ തന്തയാണോ എന്ന്, തന്ത തന്നെയാണോ എന്ന് എന്നോട് തന്നെ ചോദിച്ച് ഉത്തരം കിട്ടാതെ ആ ചോദ്യം വർദ്ധിപ്പിച്ച് വലുതാക്കി വളർച്ചയോടൊപ്പം കൊണ്ടുവന്ന് ഒരു ഘട്ടത്തിൽ നിങ്ങളെ പണിയെടുത്തേക്ക്, നിങ്ങളാരാ എന്നെ പഠിപ്പിക്കാൻ, നിങ്ങളെ പണിയെടുത്തേക്ക്, എന്നെ നന്നാക്കാൻ ഇങ്ങോട്ട് നോക്കണ്ട എന്ന് മുഖത്ത് നോക്കി പറയുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചത് പെട്ടെന്ന് ഉണ്ടായ ഒരു കുടിലഹരിയിലല്ല എന്ന് മനസ്സിലായി. അപ്പോഴാണ് ഈ വേഡ് എനിക്ക് ഒന്ന് സ്ട്രൈക്ക് ചെയ്തത്. ഞാൻ അങ്ങനെ പറഞ്ഞപ്പോ, എൻ്റെ അച്ഛനും മുഖത്ത് നോക്കി പറഞ്ഞപ്പോ, എൻ്റെ അമ്മമ്മ അന്ന് വീട്ടിലുണ്ട്. അമ്മമ്മ ഇടയ്ക്ക് ഞങ്ങളുടെ കൂടെ താമസിക്കാൻ വരും. ഈ അമ്മമ്മ അച്ഛമ്മയും വീട്ടിലുണ്ട്. ഈ വലിയൊരു സീനാണത്. കാരണം എന്നെ പിടിച്ച് എന്നെ മുറ്റത്തേക്ക് തള്ളി മാറ്റി, ഞാൻ മുറ്റത്തെ ഒരു കടലാസ് കഷ്ണം എറിഞ്ഞാൽ വീഴുന്ന പോലെ ഞാൻ മലർന്ന് വീഴുന്നു. ഒരു രാത്രി സമയമാണ്, രാവിലെ ഇറങ്ങിപ്പോയതാണ് ഞാൻ. കള്ളും കഞ്ചാവും അടിച്ചിട്ടാണ് തിരിച്ചു വന്നത്. ശബ്ദം കൂടി. എൻ്റെ നാട്ടുപുറത്ത് ആ വീട്ടിൻ്റെ നാട്ടുകാരെല്ലാം ചുറ്റും കൂടി. അമ്മമ്മ പറഞ്ഞു, പിന്നെ എനിക്ക് ആരോടാ സംസാരിക്കുന്നത് എനിക്കറിയോ? അതെനിക്ക് ഓർമ്മയുണ്ടോ? തിന്നാൻ തരുന്നത് അച്ഛനാണ്. അച്ഛനോട് ഇങ്ങനെ പറയാൻ പറ്റുമോ? എൻ്റെ അച്ഛമ്മ പറഞ്ഞു, എൻ്റെ കുട്ടിയെ അനക്ക് എന്തേ പറ്റി, പിന്നെ അനക്ക് എന്തെങ്കിലും ആരെങ്കിലും തന്നോ പറഞ്ഞിട്ട് അച്ഛമ്മ കരയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ആ വാക്കുകൾക്ക് പിന്നിൽ പ്രവർത്തിച്ച വികാരം, അത് എനിക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലായി. അതിൻ്റെ പേരാണ് നീരസം. ഈ നീരസത്തെ കുറിച്ചിട്ട് ഞാനൊന്ന് നോക്കി. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഈ ബിഗ് ബുക്കിൽ എൻ്റെ സുഖപ്രാപ്തിക്ക് ഏറ്റവും തടസ്സമായി നിൽക്കുന്നത്, കാരണം ഞാൻ കുടിക്കുന്നില്ല, പക്ഷെ എനിക്ക്, എൻ്റെ അച്ഛൻ ഇന്ന് ജീവിച്ചിരിപ്പില്ല, പക്ഷെ കുടി ചികിത്സ കഴിഞ്ഞ് ഇറങ്ങി വന്നിട്ടും AAയിൽ പോയിട്ടും എൻ്റെ അച്ഛനും ഞാനും തമ്മിൽ സംസാരിക്കാൻ കഴിഞ്ഞില്ലായിരുന്നു. ആശയവിനിമയം നടക്കുന്നില്ല. യാതൊരു തരത്തിലുള്ള ഒരു അച്ഛൻ മകൻ ബന്ധം ആസ്വദിക്കാൻ പറ്റുന്നില്ല. അപ്പോ ഈ നീരസം എന്നത് ഞാൻ കുടിക്കാതിരിക്കുമ്പോഴും എൻ്റെ കഴിഞ്ഞകാല മുറിവുകൾ എന്നെ ഉപദ്രവിച്ചവരാണെന്ന് തോന്നിയവരോട് എനിക്ക് തോന്നിയ വികാരം, അതൊരു വെറും ഒരു നെഗറ്റീവ് വികാരം എന്നതിനേക്കാൾ അത് ആൽക്കഹോളിക്സ് അനോണിമസ് മനസ്സിലാക്കുന്നത് മാനസികവും അത് ശാരീരികവുമായ രോഗത്തിലേക്ക് നയിക്കുന്ന ഒരു ആത്മീയ വികാരമായിട്ടാണ്. ഒരു ആത്മീയ വികാരം എന്ന് ഉദ്ദേശിക്കുന്നത് ആത്മീയ രോഗത്തിന്റെ വികാരം. ഇത് ആസക്തിയെ വർദ്ധിപ്പിച്ചു. കുടി നിർത്തിയിട്ടും ഈ പറയുന്ന അംഗീകരിക്കാത്ത, സ്നേഹിക്കാത്ത, പരിഗണിക്കാത്ത ഇവരുടെ ഇടയിൽ ഇതിലും നല്ലത് ഷാപ്പിൽ കൂടെ കുടിക്കുന്നവരാണ് എന്നൊരു തോന്നലൊക്കെ പലപ്പോഴും വരികയും വീണ്ടും ഞാൻ കുടിയിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു കണ്ടെത്തൽ നടത്താത്ത AA മീറ്റിങ്ങിലായിരിക്കുകയും AAയിലാണെന്ന് വിശ്വസിക്കുകയും ചെയ്ത ഞാൻ തന്നെ എൻ്റെ ഈ അവസ്ഥയെ കുറിച്ചിട്ട്
ഞാൻ അന്വേഷിക്കുകയോ പഠിക്കുകയോ ചെയ്തിട്ടില്ലായിരുന്നു. അതൊക്കെ തന്നെ ആ നീരസം, ഈ നീരസത്തെ കുറിച്ച് പറയുന്നത് അത് ഒരു ഫ്രഞ്ച് ഭാഷയിൽ നിന്ന് വന്നൊരു കാര്യമായിട്ടാണ് പറയുന്നത്. ആ വേർഡ് പറയുന്നത് റിസെന്റ്മെന്റ്. എന്ന് പറഞ്ഞാൽ വീണ്ടും, സെന്റിമെന്റ് എന്ന് പറഞ്ഞാൽ വികാരം, വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്ന വികാരം. അത് വർഷങ്ങളോളം വേണമെങ്കിൽ കൊണ്ടു നടക്കാം, വർഷങ്ങൾക്ക് ശേഷമേ അത് പ്രകടിപ്പിക്കുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു വികാരമായതുകൊണ്ട് അതിനെ ഒരു നമ്പർ 1 ഒരു കൃത്യമായിട്ട് ആൽക്കഹോളിക്സ് അനോണിമസ് കാണുന്നുണ്ട്. ഇത് എൻ്റെ കുടി നിർത്തിയത് കൊണ്ടും മാറുന്നില്ല. അപ്പൊ ഇതൊരു പരിഹാരം, കാരണം ഞാനിത് കണ്ടെത്തിയിട്ടേ ഉള്ളൂ. ഈ 4-ാം പടി പരിശോധനയിലൊക്കെ തന്നെ ഇങ്ങനെ ഒരു പ്രശ്നം എനിക്കുണ്ട്, എൻ്റെ വേദനകൾ ഇപ്പോഴും ഞാൻ സഹിക്കുന്നുണ്ട് എന്നൊരു തോന്നൽ മാത്രമേ എനിക്ക് ഉണ്ടായിട്ടുള്ളൂ. വീണ്ടും അത് ദൈവത്തോടും എന്നോടും മറ്റൊരാളോടും, വായ അടച്ച ഒരാളോടും. കാരണം ഞാൻ ഏറ്റു പറയുമ്പോൾ അത് ഈ സ്പോൺസറോട് പറയുക എന്നത് കേൾക്കാറുണ്ട്. അത് ഞാൻ ഉദ്ദേശിക്കുന്നത് സ്പോൺസർ ആയാലും അല്ലെങ്കിലും അവിടുന്ന് മാർഗനിർദ്ദേശം കിട്ടാനല്ല അത് പറയാൻ പോകുന്നത്, അവിടുന്ന് ഉത്തരത്തിനും അല്ല പറയാൻ പോകുന്നത്. എനിക്ക് എൻ്റെ ഉള്ളിലെ തെറ്റുകളും കുറ്റങ്ങളും ശരിയാണെന്ന് തോന്നിയ കാര്യങ്ങളും മറ്റൊരു വ്യക്തിയോട് പറയുമ്പോൾ എനിക്ക് പറഞ്ഞത് ശരിയാണോ എന്നൊരു ചിന്ത എന്നിൽ പ്രവർത്തിക്കും. അതുകൊണ്ട് ആൽക്കഹോളിക്സ് അനോണിമസിൽ ഞാൻ വായിച്ചു, ഒരു അപരിചിതനോടും ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് ഗുഡ് ബൈ പറയാം. അപ്പോൾ അത് വായ മൂടിയ ആളായിരിക്കണമെന്ന് പ്രത്യേകം എനിക്കൊരു ഒരു ആർട്ടിക്കിളിൽ നിന്ന് കിട്ടി. ഇത് പറയുമ്പോഴേക്ക് ഉത്തരം തരുന്ന, മാർഗനിർദ്ദേശം തരുന്ന, പെട്ടെന്ന് ഈ പരിപാടി പണി തീർക്കുന്ന രീതിയല്ല 5-ാം പടിയിൽ ഞാൻ കണ്ടത്. അത്രയും ശക്തമായ ഒരു പ്രശ്നമാണ് എന്നെ സംബന്ധിച്ച് ഈ നീരസത്തിന്റെ കാര്യത്തിൽ വർഷങ്ങളോളം കുടി നിർത്തിയിട്ടും വിട്ടുമാറാത്ത രീതിയിൽ, പിടികൂടിയ രീതിയിൽ, പിടിവിടാതെ അത് എന്നെ വേട്ടയാടിക്കൊണ്ടേയിരുന്നു. അപ്പൊ വീണ്ടും ഈ കാര്യങ്ങൾ സഹിച്ചും ഭാരം വഹിച്ചും ജീവിക്കുമ്പോൾ അത്തരം ഘട്ടങ്ങളിൽ സുബോധത്തിന്റെ ആനന്ദവും സന്തോഷവും അനുഭവിക്കാൻ പറ്റുന്നില്ല. അതിനെ ഒരു ക്ഷമ പറയുന്നതിലൂടെയോ ഒരു മാപ്പ് ഞാൻ എന്നോട് തന്നെ പറയുന്നതിലൂടെയോ എളുപ്പത്തിൽ ഒരു പരിഹാരം ഈ പ്രശ്നത്തിന് കിട്ടുമോ എന്നും ബിഗ് ബുക്ക് അടിസ്ഥാനമാക്കി വീണ്ടും ഒന്ന് നോക്കേണ്ടി വന്നു. ഈ ക്ഷമ, ഞാൻ കണ്ടെത്തിയ കാര്യം ഇതാണ്, ഈ ക്ഷമ എന്നത് ഈ കഴിഞ്ഞകാല പ്രവൃത്തികളെ അങ്ങോട്ട് മറക്കുക, ക്ഷമിക്കുക എന്നതല്ല. അത് ഉണ്ടാക്കിയ വേദനയെ ഞാൻ അംഗീകരിക്കേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രതികൂലമായിട്ട് എന്നെ ബാധിച്ച വികാരങ്ങളെയും ഇനി ഞാൻ പുറത്തു വിടേണ്ടതുണ്ട്. ആ തെരഞ്ഞെടുപ്പിന്റെ പേരാണ് 5-ാം പടി എന്ന് എനിക്ക് കണ്ടെത്താൻ പറ്റി. അപ്പൊ ഞാൻ കഴിഞ്ഞകാല അച്ഛനോട് ഞാൻ കാരണമല്ലാത്ത ഒരു പിഞ്ചു ഹൃദയം, അല്ലെങ്കിൽ ഒരു 4-ാം ക്ലാസ്സുകാരന്റെ മനസ്സിനെ ഒരു ചെരുപ്പിന്റെ പ്രശ്നത്തിൽ വേദനിപ്പിച്ച എൻ്റെ പിതാവിനോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. ഞാനൊരു നീരസ പ്രാർത്ഥനയിൽ എൻ്റെ അച്ഛൻ്റെ ആത്മാവിന് നിത്യശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എന്നോട് അന്ന് അങ്ങ് ചെയ്ത ആ കൊടും ക്രൂരത എന്ന് എനിക്ക് തോന്നിയ എൻ്റെ ആ വികാരത്തെ ഞാൻ പൊറുത്തിരിക്കുന്നു എന്ന് പറയുന്നതല്ല ഞാൻ ആ പ്രശ്നത്തെ ക്ഷമിക്കല്. അന്നത്തെ വേദനയെ ഞാൻ പരിപൂർണമായിട്ടും ഉൾക്കൊള്ളുന്നു. ഇന്ന് ഞാൻ എന്നിട്ട് ആ പ്രതികൂലമായി എന്നെ ബാധിച്ച എൻ്റെ ഈ പറയുന്ന, അതിനുശേഷം ഞാൻ സ്വന്തം കാശ് കൊടുത്ത് ചെരുപ്പ് വാങ്ങിയപ്പോൾ എന്നിൽ തോന്നിയ അഭിമാന ബോധവും എന്നിൽ തോന്നിയ അഹങ്കാര ബോധവും വരെ ഞാൻ ഈ പറയുന്ന 5-ാമത്തെ പടിയിൽ പുറത്തേക്ക് ഒഴിവാക്കുന്നു. അപ്പോഴാണ് ഈ പറയുന്ന നീരസത്തിൽ നിന്നുള്ള വിമുക്തി. അതുകൊണ്ട് എനിക്ക് വീണ്ടും ഈ പറയുന്ന പടികളിലൂടെ തന്നെ കടന്നുപോയപ്പോ ഞാൻ ഇതൊക്കെ ചെയ്തു. ജീവനുള്ള മരിച്ചൊരു മനുഷ്യന്റെ കഥയാണ് പറഞ്ഞത്. ജീവനുള്ള വ്യക്തികളോടും എനിക്കിത് ചെയ്യേണ്ടി വന്നു.
പക്ഷേ വളരെ നിരാശയായിരുന്നു ഫലം. വളരെ നിരാശാജനകമായ റിസൾട്ട്. എന്താ പറഞ്ഞത് വെച്ചാല്, ഞാനെന്റെ റിക്കവറിക്ക് വേണ്ടി എന്നെ ഉപദ്രവിച്ചവരും, എന്നെ ഉപദ്രവിച്ചവർ ഒരു വിഭാഗവും ഞാൻ ഉപദ്രവിച്ചത് വേറെ വിഭാഗവുമായിട്ട് എനിക്ക് കണ്ടെത്താൻ എന്റെ ലിസ്റ്റിൽ പറ്റിയിട്ടില്ല. ഈ പറയുന്ന ഓരോ വ്യക്തികളും അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്തിട്ടുണ്ട്. എന്റെ ഈ പറയുന്ന പരിഹാര പട്ടികയിലുള്ള ആളുകളെ, എന്നെ ഉപദ്രവിച്ചവർ എന്ന് കരുതുന്നവരെ ഒക്കെ തന്നെ ഞാൻ അവരറിഞ്ഞോ അറിയാതെയോ ഞാൻ ഉപദ്രവിച്ചിട്ടുണ്ട്. ഞാൻ ഉപദ്രവിച്ചവരൊക്കെ തന്നെ ഒരു ഘട്ടം കഴിഞ്ഞപ്പം എന്നെയും പണി തന്നിട്ടുണ്ട്. അപ്പോ ഇങ്ങനെയുള്ള ആളുകളെടുത്ത് ഞാനൊരു നല്ല കുട്ടിയാവാൻ ശ്രമിക്കുമ്പോൾ എനിക്ക് തിരിച്ച് ഞാൻ പ്രതീക്ഷിക്കുന്നത്, തീർച്ചയായിട്ടും ഇതൊരു ഹൃദയവേദന പങ്കുവെക്കുന്ന ഒരു പ്രോഗ്രാമാണെന്ന് വിശ്വസിക്കുന്നു. തിരിച്ച് ഞാൻ പ്രതീക്ഷിക്കുന്നത്, ബുദ്ധന് വേണമെങ്കിൽ പറയാം പ്രതീക്ഷയാണ് ദുഃഖത്തിന്റെ കാരണമെന്നോ മോഹത്തിന്റെ കാരണമെന്നോ. പക്ഷെ ആൽക്കഹോളിക്കായ വിനയന് അത് പറയാൻ പറ്റുന്നില്ല. ഞാൻ ചിലത് പ്രതീക്ഷിക്കുന്നുണ്ട്. രണ്ടാമത്തെ പടി പറയുന്നത്, എന്നെ സുബോധവാനാക്കുവാൻ എന്നെക്കാൾ വലിയ ശക്തിക്ക് മാത്രമേ പറ്റുകയുള്ളൂ. അതൊരു പ്രതീക്ഷയാണ്. രണ്ടാമത്തെ പടി സിമ്പിൾ, എന്താ ലളിതവൽക്കരിച്ച പടിയായിട്ട് എടുക്കുമ്പോൾ, ഇനി ദൈവത്തെ കണ്ടെത്തിയിട്ട് വേണോ വിശ്വസിക്കാൻ, സുബോധം അറിഞ്ഞിട്ട് ദൈവത്തെ വിശ്വസിക്കണോ, ഇങ്ങനെയുള്ള കൂലങ്കൂഷമായ ചർച്ചകളൊക്കെ ഒഴിവാക്കിയിട്ട് ഒരൊറ്റ കാര്യത്തിലേക്ക് വന്നപ്പോൾ പടി എനിക്ക് പെട്ടെന്ന് മനസ്സിലായി, അതൊരു പ്രതീക്ഷയാണ്. ഒന്നാമത്തെ പടി ഒരു നിരാശയാണ്, അതിനുശേഷം ഒരു പ്രതീക്ഷയിലേക്കാണ് ആ രണ്ടാമത്തെ പടി കൊണ്ടുവരുന്നത്. അതുപോലെ ഈ പ്രതീക്ഷയില്ലാതെ ഈ ബന്ധങ്ങളെ എങ്ങനെ കൂട്ടിയോജിപ്പിക്കും, എങ്ങനെ പുനഃസ്ഥാപിക്കപ്പെടും? പുനഃസ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞാൽ വീണ്ടും ഇപ്പം ഭാര്യയുമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഈ തെറ്റൽ പരിപാടി കൂടുതൽ നടക്കുന്നതുകൊണ്ട് വീണ്ടും മിണ്ടുമ്പോൾ, വീണ്ടും ഒന്ന് ഒത്തുചേരുമ്പോൾ പ്രതീക്ഷിക്കുന്നത് ഇനിയിപ്പോൾ അടുത്ത കാലത്തൊന്നും തെറ്റാൻ സാധ്യതയില്ല, ഇനി കൂടുതൽ ആത്മാർത്ഥമായി പ്രണയിച്ച് രമിച്ച് അങ്ങോട്ട് ജീവിക്കാം. പക്ഷേ കഴിഞ്ഞ തവണ 4 ദിവസത്തിന് ശേഷമാണ് തെറ്റിയെങ്കിൽ പിന്നത്തെ തെറ്റിൽ 2 ദിവസം കൊണ്ടാവുമ്പോൾ ഈ പണി, ഈ പ്രതീക്ഷ ഞാൻ എന്തിനു ചെയ്യണം എന്നൊരു തോന്നൽ പലപ്പോഴും വരാറുണ്ട്. അപ്പോ നീരസം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ആ പ്രവൃത്തി ചെയ്തത് പേര് ഈ നാമത്തിൽ ഒക്കെ വിനയൻ എന്ന ആള് തന്നെയാണ്. പക്ഷെ എന്നെ കൊണ്ട്, ഞാൻ എന്ന മനുഷ്യൻ രണ്ടാമത്തെ പടിയിൽ സുബോധവാനാവാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. ബോധമില്ലാതെ വീണ്ടും ഈ പറയുന്ന പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനല്ല വരുന്നത്. പക്ഷെ വീണ്ടും ഞാൻ അത് തന്നെ ആവർത്തിക്കുമ്പോൾ ആ കുറ്റവാളിയുടെ ശിക്ഷ വിധിക്കപ്പെട്ടവന്റെ അതൊരു പ്രപഞ്ച നിയമമായിട്ട് ഞാൻ കാണുന്നു. മാരക പാപങ്ങളെ എന്തുകൊണ്ട് മരണത്തോടടുപ്പിക്കുന്നത് എന്നൊരർത്ഥമാണ് ഈ മാരകത്തിന്റെ അർത്ഥം. മാരക രോഗങ്ങൾ, മരണ കാരണമാവുന്ന കാര്യങ്ങൾ. അപ്പൊ മാരക പാപങ്ങൾ എന്നത് നമ്പർ 1 നിൽക്കുന്ന നീരസത്തിന് എന്നെ മരണത്തിലേക്ക് അടുപ്പിക്കാനുള്ള ഒരു കഴിവുള്ള, അപ്പൊ ആ കുറ്റവാളിയായ ആ അവസ്ഥയെ ഞാൻ കണ്ടത് വെറും ഒരു അപാകത. ഞാൻ രോഗിയാണ്, എനിക്ക് നീരസമുണ്ട്, അത് എനിക്ക് രോഗശമനത്തിന് സഹായിക്കുന്നില്ല. അതുകൊണ്ടാണ് എനിക്ക് തോന്നി ആൽക്കഹോളിക്സ് അനോണിമസ്, ഇപ്പൊ ഞാൻ എൻ്റെ കഴിഞ്ഞ ഒരു ഫിസിക്കൽ മീറ്റിങ്ങിൽ ഞങ്ങളുടെ നാട്ടിൽ കുറച്ചു കാലം മുന്നേ, ഇപ്പോഴല്ല ഏകദേശം ഒരു 5-8 മാസം മുന്നേ എൻ്റെ ഓർമ്മയിൽ പോയപ്പോൾ എൻ്റെ ഒരു പഴയകാല സുഹൃത്തിനെ കണ്ടു. എന്നെക്കാളൊക്കെ ഒരുപാട് പ്രായമുള്ള ആളാണ്. എൻ്റെ സ്കൂൾ ജീവിതത്തിൽ മുതലേ ഞാൻ കുട്ടിക്കാലം മുതലേ കാണുന്ന ഒരു ഹീറോ ആയിട്ട് നടക്കുന്ന ഒരു മനുഷ്യനാണ്. ഒരു ടൈലറാണ്. പക്ഷെ ഏറ്റവും ഫാഷനായ വസ്ത്രങ്ങൾ അയാള് സ്വന്തം തയ്ച്ച് അയാൾ ധരിച്ച് ആ അങ്ങാടിയിലൂടെ നടക്കുക. ജയന്റെ ഒക്കെ സിനിമയിലുള്ള ബെൽബോട്ട് പാൻറ്റും കോളറൊക്കെ ഇതാക്കിയിട്ട് അപ്പൊ ഒരു ആരാധന തോന്നിയൊരു മനുഷ്യനാണ്. എൻ്റെ കോളേജ് ജീവിതത്തിൽ ഞാൻ ഒരു കാര്യം അറിഞ്ഞു. ഇടയ്ക്ക് സംഭവിച്ചത്, അയാളൊരു മർഡർ കേസിലെ പ്രതിയായി. അയാൾ മദ്യപിച്ചിരിക്കുന്ന സമയത്ത്
ഒരു വാക്ക് തർക്കത്തിന്റെ പേരിൽ ന്യായമായ കാര്യത്തിന് അയാള് ഒന്ന് കൊടുവാള് വീശിയതാണ്, കൊല്ലാനല്ല, പക്ഷെ കൊല്ലപ്പെട്ടു. ആ മനുഷ്യൻ ഒളിവിൽ പോയി, അങ്ങനെ പല പ്രശ്നങ്ങളിലും അകപ്പെട്ടു. അന്നൊക്കെ ഏറ്റവും ഊർജ്ജസ്വലനായ ഒരു ഫാഷൻ ഡിസൈനർ, അന്നൊന്നും ഈ കോഴ്സ് പോലും ഇല്ല എൻ്റെ അറിവിലൊന്നും, ഫാഷൻ ഡിസൈനിങ്. പക്ഷെ ഒരു പ്രഗത്ഭനായ ഫാഷൻ ഡിസൈനറുടെ രൂപത്തിൽ കണ്ട മനുഷ്യൻ ഒരു നിത്യ കള്ളുകുടിയനായി. ആ കുടിയനെ ജയിലിലടച്ചു. കൊലപാതക കുറ്റത്തിൽ പിന്നെ പരോളിലിറങ്ങി, മുങ്ങി, വീണ്ടും പിടിച്ചു. എന്തായാലും ആ കേസ് അവസാനം കഴിഞ്ഞു. അത് മനഃപൂർവ്വമല്ലാത്ത ഒരു നരഹത്യയായിട്ട് ആളെ വെറുതെ വിട്ടു. പിന്നെ കാണുന്നത് അയാളെയും കൊണ്ട് ഞാൻ ഒരു മീറ്റിങ്ങിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് പോവുകയാണ്. ആ മീറ്റിങ്ങിൽ അയാൾ നിശബ്ദനായിരുന്നു. അവിടെ ആദ്യമായിട്ടാണ് അനുഭവം അയാൾക്ക് കിട്ടുന്നത്. വർഷങ്ങൾക്ക് മുന്നേ അയാൾ മീറ്റിംഗ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ എന്നോട് പറഞ്ഞു, എൻ്റെ ഒരു കുട്ടി, മോള് ഈ ചെറുതാവുമ്പം ചെറിയ തോർത്തുമുണ്ടൊക്കെ സാരി പോലെ ഉടുത്തിട്ട് കണ്ണാടിക്ക് മുന്നിൽ നിന്നിട്ട് പുസ്തകമൊക്കെ ഇങ്ങനെ മാറോട് ചേർത്ത് പിടി, അച്ഛാ ഞാനൊരു ടീച്ചറെ പോലെ ഇല്ലേ. ആ കുട്ടിയുടെ ആഗ്രഹമായിരുന്നു ടീച്ചർ. ആ കുട്ടി ഡിഗ്രിക്ക് പഠിക്കുമ്പോഴായിരുന്നു ഇയാൾ കൊലപാതക കുറ്റത്തിന് ജയിലിലാവുന്നത്. ആ കുട്ടിക്ക് പുറത്തിറങ്ങാൻ പറ്റാതെയായി. ആ കുട്ടിയെ എല്ലാവരും കളിയാക്കി, കൊലപാതകിയുടെ മകൾ. ആ കുട്ടി കോളേജ് വിദ്യാഭ്യാസം അവസാനിപ്പിച്ചു. ആ കൊലപാതകത്തിന്റെ തലേ ദിവസം നിങ്ങളെ ഈ കൂട്ടായ്മ കണ്ടിരുന്നെങ്കിൽ എൻ്റെ മോളുന്നൊരു ടീച്ചറായേനെ. ആ മനുഷ്യൻ, എൻ്റെ കണ്ണ് നിറയുന്നുണ്ട് ഇത് പറയുമ്പോൾ, ആ മനുഷ്യൻ കരഞ്ഞുകൊണ്ട് എന്നോട് പറയാം, യഥാർത്ഥത്തിൽ ആ കൊലപാതകം നടന്ന് അത് ഒരു നീരസത്തിൽ നിന്നുമല്ല. അത് പറയാനാണ് ഞാനിത് പറഞ്ഞത്. ആ മനുഷ്യൻ ആ ഒരു പ്രശ്നത്തിന്റെ പേരിൽ അമിതമായിട്ട് കുടിയിലേക്ക് പോയതും നീരസത്തിന്റെ പിൻബലത്തിലല്ല. ആ സമയത്തുണ്ടായ ഒരു ദേഷ്യപ്രകടനം, ഒരു കൊടുവാൾ വീശലിൽ മറ്റവന്റെ കഴുത്ത് ഛേദിക്കപ്പെട്ട ഒരു സംഭവം ഉണ്ടായി. അപ്പോ ഈ നീരസത്തെ തെറ്റിദ്ധരിച്ച് ദേഷ്യമാണെന്നും ദേഷ്യത്തെ തെറ്റിദ്ധരിച്ച് നീരസമാണെന്നും കാണുന്ന ഈ അറിയാത്ത പരിശീലനങ്ങളും എന്നെ പലപ്പോഴും ആശയക്കുഴപ്പത്തിലാക്കിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഈ പറയുന്ന കാര്യത്തിലേക്ക് ഞാൻ കുറ്റം ആരോപിക്കപ്പെടുന്നത്, കുറ്റം ശരിയായ രീതിയിൽ കുറ്റവാളി ആണ് എന്ന് ഞാൻ നീരസത്തിനെ കുറ്റവാളി എന്ന് ഇത്രയും ആർജവത്തിൽ പറയുന്നത് ബിഗ് ബുക്കിൽ ഏറ്റവും കൂടുതൽ ആവർത്തിച്ചൊരു വാക്ക്. പിന്നെ വളരെ മറ്റെല്ലാ സ്വഭാവ വൈകല്യങ്ങളെക്കാളും ഒരുപടി മുന്നിൽ സ്ഥാപിച്ച ഒരു പ്രത്യേക വികാരം, വീണ്ടും ആവർത്തിക്കുന്ന റീസെന്റ്മെന്റ്, വീണ്ടും ആവർത്തിക്കുന്ന ഒരു വൈകാരിക തലം, അതാണ് ഇത് വന്നുകൊണ്ടേയിരിക്കുന്ന തലം. അപ്പൊ അങ്ങനെയുള്ള ഒരു സാധനത്തെ മുന്നിൽ പലപ്പോഴും നിസാരമായ ദേഷ്യങ്ങൾക്കൊക്കെ അത് നീരസമാണെന്ന് തെറ്റിദ്ധരിച്ച് അനാവശ്യ കാര്യങ്ങളിൽ പോയി മാപ്പപേക്ഷിക്കുകയും ക്ഷമ പറയുകയും അതിന് തിരിച്ചടി വേണ്ട, ഞാൻ നേരത്തെ പറഞ്ഞു അതിന് ഉത്തര പറയുന്നത്, വേണ്ടത്ര രീതിയിൽ എന്നെ പരിഗണിച്ചില്ല, വേണ്ടത്ര രീതിയിൽ ഞാൻ മാപ്പ് പറഞ്ഞിട്ട് എന്നെ സ്വീകരിച്ചില്ല, ഞാൻ തെറ്റ് സമ്മതിക്കാൻ തയ്യാറായി, അവര് അത് അതേ അർത്ഥത്തിൽ ഉൾക്കൊണ്ടില്ല. അപ്പൊ ഇങ്ങനെയുള്ള ഈ പെട്ടെന്ന് എന്താ സ്വർഗസ്ഥനാവാൻ അല്ലെങ്കിൽ സ്വർഗത്തിന്റെ വാതിൽ കിട്ടും എന്നൊരു പ്രതീക്ഷയിൽ ചെയ്യുന്ന ഈ സുബോധ പരിപാടി പലപ്പോഴും അവതാളത്തിലായ അനുഭവങ്ങളും എൻ്റെ ലൈഫിൽ വന്നു പോയിട്ടുണ്ട്. പെങ്ങൾ, അളിയൻ, അമ്മ, അംഗങ്ങൾ, ഇവരുടെ അടുത്തൊക്കെ പോയിട്ട് ഈ പറയുന്ന കാലങ്ങളോളം കൊണ്ടു നടന്ന നീരസങ്ങളും വിഷമങ്ങളൊക്കെ ആണെന്ന് കരുതി അവർക്കതിൻ്റെ ആവശ്യമില്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് 8 എന്ന് കേൾക്കുമ്പോഴേക്ക് ഞാൻ കയറെടുക്കേണ്ടിയില്ലായിരുന്നു. 9ലും പറയുന്നു സമയമെടുക്കാം, ചിലപ്പം അവസരം കിട്ടിയാൽ മാത്രം ചെയ്താൽ മതി. അപ്പോ അങ്ങനെയുള്ള കുറ്റവാളിയായിട്ട് കാണുന്നത് ആ യഥാർത്ഥ കുറ്റകരമായ അവസ്ഥ വീണ്ടും എന്നിൽ ആവർത്തിക്കുന്നുണ്ടോ? അപ്പൊ ഈ ഒരു മദ്യാസക്തനെ ഞാൻ നേരത്തെ പറഞ്ഞ അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷന്റെ പ്രമേയത്തിന്റെ മുന്നേയുള്ള കാലഘട്ടം വരെ പാപിയായിട്ടും കൊലപാതകയായിട്ടും കുറ്റവാളിയായിട്ടും അധാർമികനായിട്ടും ഒക്കെ കണ്ട ഈ ലോകത്തിൽ ആൽക്കഹോളിക്സ് അനോണിമസ് എന്നെ പോലെ ഒരു മനുഷ്യനെ വലിയൊരു സുരക്ഷാ കവചം തരുന്നു. ഇത്തരം അപാകതകൾക്കാണ് കുറ്റം. ആ കുറ്റം എന്നിൽ പ്രവർത്തിക്കുന്നത്, ഞാൻ മദ്യപിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം ചെയ്യും, മദ്യപിക്കാതെ ഞാൻ മാനസികമായിട്ടും ചെയ്യും. അപ്പൊ ആ ചെയ്യുന്ന ആ പ്രവർത്തനം
ഞാൻ ചെയ്യുകയാണെങ്കിൽ ആ കുറ്റത്തിന്റെ പങ്ക് എൻ്റെതാണ്. ഇപ്പൊ നിരന്തരമായിട്ട് ആൽക്കഹോളിക്സ് അനോണിമസിന് ഞാൻ ഒരു അംഗമായി ഇരിക്കുകയും എൻ്റെ കുടുംബത്തിൽ ഞാനൊരു ഭീഷണിയായി ഇരിക്കുകയും ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ എന്ന മനുഷ്യൻ ആണ് ഈ നേരത്തെ പറഞ്ഞ ആ വികാരം ഭരിക്കുന്നത്, വികാരം പ്രകടിപ്പിക്കുന്നത്. അപ്പോ ആ കുറ്റവാളി എന്ന, ആ കുറ്റം ചെയ്യുന്നവൻ, പാപം ചെയ്യുന്നവൻ, ആ കർമ്മം ചെയ്യുന്നവൻ എന്ന രീതിയിലേക്ക് ഞാൻ മാറുകയും സ്വാഭാവികമായും എനിക്കൊരു സാധാരണ ജീവിതം നയിക്കാൻ പറ്റാതെ വരികയും ചെയ്യുന്നു. ഇതുകൊണ്ടാണ് കുടി നിർത്തിയിട്ടും പലപ്പോഴും കുടുംബത്തിൽ അസ്വസ്ഥത, തൊഴിലിടത്ത് സമ്മർദ്ദം, ശരിയല്ല എന്നൊക്കെയുള്ള തരത്തിലൂടെയൊക്കെ എനിക്ക് കടന്നു പോകേണ്ടി വന്നത്. അപ്പൊ ഞാൻ ഇപ്പോഴും എന്നെ പ്രതിസ്ഥാനത്ത് വെക്കുന്നതിന് പകരം എന്നെ പ്രതിയാക്കാൻ ശക്തിയുള്ള നീരസത്തെ പ്രതിപട്ടികയിൽ ചേർക്കുകയും ആ പ്രതിപട്ടികയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഈ പറയുന്ന നീരസം എന്ന അവസ്ഥയെ, വൈകാരിക അവസ്ഥയെ എന്നിൽ എത്തിച്ച കാരണങ്ങളെ കണ്ടെത്തുക എന്ന 4-ാം പടി ഇൻവെന്ററി തുടങ്ങുകയും ചെയ്തപ്പോ കണ്ടെത്തലുകളാണ്, അതൊക്കെ അന്വേഷണങ്ങളാണ്. പിന്നീട് അത് വീണ്ടും അത് വേണ്ടത്ര രീതിയിൽ എൻ്റെ ആ വേദനയെ സ്വീകരിക്കുക. അപ്പൊ നീരസത്തിൽ നിന്ന് മറികടക്കാൻ ഞാൻ ഇന്ന് കണ്ടെത്തുന്ന കാര്യങ്ങൾ എൻ്റെ കുട്ടിക്കാലം മുതലേയുള്ള അവസ്ഥകളെ ആദ്യം മറ്റുള്ളവൻ കാരണമായിട്ട് വന്ന പ്രശ്നങ്ങളാണെങ്കിലും ആ വേദനയെ ഞാൻ സ്വീകരിക്കുകയും സ്വീകരിച്ച കാര്യങ്ങളെ 5-ാമത്തെ ഒരു പടി പ്രകാരം ഞാൻ പുറന്തള്ളുകയും ചെയ്യുന്നു. എന്നിട്ടും അരിപ്പ അരിക്കുന്നത് പോലെ എന്നിൽ ഇപ്പോഴും അത് പൊന്തി വരുന്നുണ്ട്. അതിനും ആൽക്കഹോളിക്സ് അനോണിമസ് കുറ്റപ്പെടുത്തുന്നില്ല. എനിക്ക് നീരസം കുറഞ്ഞു, നീരസമില്ല എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ആത്മീയ രോഗിയല്ല എന്നേ പറയുള്ളൂ. മദ്യാസക്തി ഈസ് എ ലൈഫ് ലോങ് ഡിസീസ്, വൺസ് ആൻ ആൽക്കഹോളിക് ആൾവേസ് ആൻ ആൽക്കഹോളിക് എന്നൊക്കെ പറയുമ്പോൾ ആൾവേസ് ഇത് പൊന്തി വരാം. പൊന്തി വരുമ്പോഴൊക്കെ ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നു. വീണ്ടും 5-ലേക്ക് തന്നെ പോകുന്നു. ഇതുപോലെ 6ഉം 7ഉം 5-ൽ പോയിട്ടും മനുഷ്യശക്തികൾക്ക് എന്നെ സഹായിക്കാൻ കഴിയാത്ത വന്നപ്പോൾ വീണ്ടും കേണപേക്ഷിക്കുന്നു. പിന്നെ ഞാൻ പ്രവർത്തിക്കുന്നു. എന്നിട്ടും എനിക്ക് വീണ്ടും വർഷങ്ങൾക്ക് ശേഷമോ ദിവസങ്ങൾക്ക് ശേഷമോ എന്നിൽ ആ വികാരം മുളപൊട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അഭിമാനിക്കുന്നു. ഞാൻ ആൽക്കഹോളിക്സ് അനോണിമസിലെ ആത്മീയ വശത്തിലേക്ക് എത്തിയിരിക്കുന്നു. അതുകൊണ്ടാണ് എനിക്ക് ഈ പറയുന്ന പദ്ധതിയുടെ ആവശ്യം. അപ്പോ ഇതിലൊരു തരത്തിലും അവസാനിക്കുന്നില്ല, ഒരു തരത്തിലും ഇത് തീരുന്നില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ദൈനംദിന അനുഭവങ്ങളിൽ ഈ പടി ചെയ്തപ്പോഴാണ് മനസ്സിലായത്, ഇത് കേട്ടപ്പോ ഇങ്ങനെയൊക്കെ പരിപാടി ഉണ്ട് എന്ന് എനിക്ക് അറിയായിരുന്നു. ഈ പറയുന്ന ഏറ്റവും വിഷം വമിക്കുന്ന പ്രശ്നമാണ് ഈ നീരസം. എൻ്റെ ഉറക്കം കെടുത്തും. ഒരു അംഗം ഒരു ഗ്രൂപ്പിന്റെ സെക്രട്ടറി പദം ആയിട്ട് ബന്ധപ്പെട്ട ഒരു വാഗ്വാദത്തില് ഒരു പുതിയ അംഗമല്ല, അവിടെ നിലവിലുള്ള അംഗം പുതിയ ആയിട്ട് സെക്രട്ടറി ആയിട്ട് വന്നു. അതിനെ മറ്റൊരംഗം എതിർത്തു. ഒരംഗം അത് ഈ പുതിയ സെക്രട്ടറി ഞാൻ സപ്പോർട്ട് ചെയ്തു. അന്ന് രാത്രി ഈ എതിർത്ത അംഗം എന്നെ വിളിച്ചു. ഈ പുതിയ സെക്രട്ടറി ആയവൻ സുഖമായിട്ട് കിടന്നുറങ്ങുന്നുണ്ട്, എന്നെ വിളിച്ചവൻ കിടന്നുറങ്ങിയെന്ന് എനിക്കറിയില്ല. എനിക്ക് അതിൽ ഉറക്കം നഷ്ടപ്പെട്ടു. ഞാൻ തിരിച്ച് ആ ദേഷ്യം പ്രകടിപ്പിച്ചു. നീ ആരുടെ ബിൽ വിൽസണോ? ആൽക്കഹോളിക്സ് അനോണിമസിൽ ഇങ്ങനെ ഒരു നിന്റെ തീരുമാനം നടപ്പിലാക്കണമെന്ന് പറയാൻ ബിൽ വിൽസൺ പോലും അത് ചെയ്തിട്ടില്ല. പിന്നെ നീ ആരാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് കയർത്ത് ആ ദേഷ്യം പ്രകടിപ്പിച്ചു. കഴിഞ്ഞ ദിവസം യാദൃച്ഛികമായിട്ട് ആ സുഹൃത്തിനെ വഴിയിൽ നിന്ന് കണ്ടപ്പോ ഞാൻ പെട്ടെന്ന്, എനിക്ക് റിങ് ചെയ്യാത്ത എൻ്റെ ഫോണ്, ഒരു വിളി പോലും വരാത്ത ഫോണ്, ഞാൻ പെട്ടെന്ന് എനിക്ക് ഫോൺ വന്ന പോലെ ഹലോ 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 അത് കേൾക്കുന്നുണ്ട് പറയും എന്നും പറഞ്ഞ് സൈഡിലൂടെ അങ്ങോട്ട് നടന്നുപോയി. ഞാൻ ഫോണിലാണ്, തിരക്കിലാണ്, അതുകൊണ്ട് അവനെ ശ്രദ്ധിച്ചില്ല എന്ന് തോന്നിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ ഒറ്റ നടത്തം. അപ്പോ അന്ന് തോന്നിയൊരു ദേഷ്യം, പെട്ടെന്ന് തോന്നിയൊരു ദേഷ്യം ഈ വ്യക്തിയെ കുറെ മാസങ്ങൾക്ക് ശേഷം കണ്ടപ്പോ മറ്റൊരു പ്രകടനത്തിലൂടെ കാഴ്ചവെച്ചതിന്റെ പേരാണ് വീണ്ടും ആവർത്തിക്കുന്ന രസം, വീണ്ടും ആവർത്തിക്കുന്ന വികാരം.
അത് അന്ന് തീർന്നിരുന്നെങ്കിൽ ഇതിനെ എനിക്ക് നീരസം എന്ന് പറയാൻ പറ്റില്ലായിരുന്നു. അപ്പോ ഇതുപോലെ വന്നപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, ഞാൻ ഇതിന്ന് പരിപൂർണമായിട്ട് മുക്തിയാവുന്നില്ല. അതാത് സമയങ്ങളിൽ ഇത് വരുമ്പോൾ അത് അറിയുകയും അതിനെ പരിശീലിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ആ ഒരു താൽക്കാലിക മുക്തി, ഒരു ദിന പരിപാടി, ഇന്നത്തെ ദിവസം ഞാൻ ആ നീരസത്തിൽ നിന്ന് കുറച്ചൊന്ന് മാറിയിരിക്കുന്നു, കുറച്ചൊന്ന് കുറഞ്ഞിരിക്കുന്നു. അപ്പോ ഇങ്ങനെയുള്ള അഭിനയങ്ങളുടെ സുബോധ ജീവിതം പലപ്പോഴും എൻ്റെ ലൈഫിൽ ഇത്തരം വൈകാരിക തലത്തിൽ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ പറയുന്ന എന്നെ ആ മനുഷ്യൻ പറയും, അവരെന്ത് വലിയ ഡയലോഗ് അടിക്കും, മീറ്റിംഗ് പറയും, തീർച്ചയായിട്ടും പറയും. ഇനിയിപ്പം വൈകാരിക സുബോധത്തെക്കുറിച്ച് പറയാൻ അവൻ ഷെയർ ചെയ്യും, ദേഷ്യത്തെക്കുറിച്ച് വിഷയം കൊടുക്കും, അവൻ ഷെയർ ചെയ്തോളും. ഇന്നെ കണ്ടപ്പോൾ ആ ചങ്ങാൻ്റെ ദേഷ്യം പോയില്ലല്ലോ. സത്യത്തിൽ അപ്പോ എന്തുകൊണ്ടാണ് എന്നെ കുറ്റപ്പെടുത്തുന്നത് ആ മനുഷ്യൻ? ആൽക്കഹോളിക്സ് അനോണിമസ് പറയുന്നു ഞാനല്ല കുറ്റവാളി, നീരസമാണ് കുറ്റവാളി. ആ മനുഷ്യൻ പറയുന്നു ഓൻ എന്തിനു കൊള്ളാം, വിനയൻ എന്ന വ്യക്തി എന്തിനു കൊള്ളാം. ഇതുപോലെ എൻ്റെ കുടുംബാംഗങ്ങൾ കൂടി നിർത്തിയിട്ട് എന്ത് കാര്യം, തൊട്ടതിനും പിടിച്ചതിനൊക്കെ കാര്യം, രാവിലെ പോകുമ്പോൾ ഒരു സ്വഭാവം, വരുമ്പോൾ വേറെ സ്വഭാവം എന്നൊക്കെ പറയുന്ന ഭാര്യ ഇടയ്ക്കിടയ്ക്ക്, ഇപ്പൊ അത് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്, പറഞ്ഞിരുന്നു. അപ്പോ എന്നെയാണ് പറയുന്നത്. അപ്പോ ഒരു കാര്യം മനസ്സിലായി, ഈ ഒന്നാം നമ്പർ കുറ്റവാളി എന്ന് പറയുന്ന നീരസം എന്ന് പറയുന്ന ആ ദിവസങ്ങളോളം അല്ലെങ്കിൽ മാസങ്ങളോളോ വർഷങ്ങളോളോ നിൽക്കുന്നതിൻ്റെ പ്രതിരൂപം, അതിന്റെ പ്രതീകം പര്യായമായിട്ട് ഞാൻ പരിശീലിക്കാത്ത കാലത്തോളം ഞാനായിട്ട് മാറും. അതുകൊണ്ടാണ് ആൽക്കഹോളിക്സ് അനോണിമസിലായിട്ടും ഞാൻ മോശപ്പെട്ട അംഗമായിട്ട് പലപ്പോഴും പോകുന്നത്. അപ്പൊ അതിൻ്റെ ഒരു മാറ്റം വരുത്താൻ എനിക്ക് ചില കാര്യങ്ങളെ കുറിച്ചിട്ടൊന്ന് അന്വേഷിക്കേണ്ടി വന്നു. അതിലൊന്ന് പ്രധാനപ്പെട്ട കാര്യം ഈ നീരസ പ്രാർത്ഥന എന്ന് പറയുന്ന പ്രാർത്ഥന കണ്ടെത്താനായി. ഈ പ്രശാന്ത പ്രാർത്ഥന, പിന്നെ പടി പ്രാർത്ഥന എന്നൊക്കെ കേട്ടിട്ടുണ്ട്, നല്ല ഒരുപാട് പ്രചോദനം നൽകുന്ന കാര്യങ്ങൾ. നീരസ പ്രാർത്ഥനയിൽ പറയുന്നു, എന്നെ ഏറ്റവും അലട്ടുന്ന ആ വ്യക്തി അല്ലെങ്കിൽ വസ്തുവാവാം, സ്ഥാപനമാവാം, സാഹചര്യങ്ങളാവാം, അതിനെ ഞാൻ എൻ്റെ രാത്രികാല പ്രാർത്ഥനയിൽ ഓർത്തുകൊണ്ട്, അത് വസ്തുവാവട്ടെ, വ്യക്തിയാവട്ടെ, സാഹചര്യമാവട്ടെ, സ്ഥാപനമാവട്ടെ, അവയ്ക്ക് വേണ്ടി സമൃദ്ധമായിട്ട് ആരോഗ്യവും സന്തോഷവും സമാധാനവും ദൈവമേ നീ നൽകണം. എനിക്കല്ല, എനിക്ക് ഏറ്റവും ഈ പറയുന്ന പ്രശ്നം അലട്ടുന്ന വസ്തുവിനെ. എന്നിട്ട് ആ ചിന്ത വീണ്ടും വന്നാൽ വീണ്ടും പ്രാർത്ഥിക്കുന്നു. ഞാൻ പറയട്ടെ, അത്ഭുതകരമായ വിടുതലാണ് ഉണ്ടായത്. ഈ കഴിഞ്ഞത് ഒരു ഏകദേശം ഒരു മാസം മുന്നേ ഒരു മുതിർന്ന AA അംഗവുമായിട്ട് എനിക്കൊന്ന് അകലേണ്ടി വന്നു. ഞാൻ ഒന്ന് വർഷങ്ങളായിട്ട് ഞങ്ങള് ശരിക്കും പറഞ്ഞാൽ ഒരു കാൽ നൂറ്റാണ്ടിന്റെ ബന്ധമുള്ള സുഹൃത്ത് ബന്ധം തുടങ്ങിയത് ഒരു കാൽ നൂറ്റാണ്ട് മുന്നെയാണ് AA തന്നെ. പക്ഷെ AA തന്നെ ഉണ്ടായിരുന്ന ഈ പറയുന്ന എന്താ ഈ പൗഡർ ഇട്ട ദേഷ്യം എന്നൊക്കെ പറയുന്നത് പോലെ നീരസം എന്ന് പറയുന്ന അവസ്ഥ കുറേയൊക്കെ അകലത്തൊക്കെ ഉണ്ടാക്കി വീണ്ടും അത് ശക്തമായ എതിർപ്പിലേക്കും വാഗ്വാദങ്ങളിലേക്കും ഭിന്നതയിലേക്കൊക്കെ വന്നു. ഒരു ദിവസം ഞാനൊരു ഫിസിക്കൽ മീറ്റിങ്ങിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ കുറേ വർഷങ്ങൾക്ക് ശേഷം ഞാൻ ആ മനുഷ്യനെ കാണുകയാണ്. അദ്ദേഹത്തിന് ഷെയർ ചെയ്യുന്നത് ഞാൻ കേട്ടു, ദൈവമേ ഞാൻ മദ്യാസക്തനാണ്, അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് കുടിച്ചില്ല, ഈ കൂട്ടായ്മയുടെ സഹായം കൊണ്ടും കുടിച്ചില്ല, എൻ്റെ പേര് ഇന്നതാണ്. ഞാൻ ഉൾപ്പെടെ കൈ ഉയർത്തി പറഞ്ഞു ഹായ്. ഞാൻ ഉൾപ്പെടെ കൈ ഉയർത്തി, ഞാൻ ബോധപൂർവം ചെയ്തതാണ്, മാനസികമായിട്ട് എനിക്ക് യാതൊരു താല്പര്യമില്ല. പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ ഒരു ചിന്ത വന്നു, അയാൾ വിളിച്ചതും ഒരു ദൈവത്തിനെയാണ്, അയാൾ പറഞ്ഞതും ഒരു AIയുടെ സഹായമാണ്. ഞാനും ഇത് തന്നെയാണ് ഇത്ര കാലവും AI പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ മനുഷ്യനും ഞാനും തമ്മിൽ എന്തിനാണ് യുദ്ധം, മാനസികമായിട്ട് ഇങ്ങനെ ഞാൻ പൊരുതിക്കൊണ്ടേയിരിക്കുന്നത്?
എന്തെല്ലാം അവസ്ഥകളിലൂടെ ആയിരിക്കാം ഒരു മനുഷ്യനെ അയാളെ പരിചയപ്പെടുത്തുന്നത്. അയാളെ ഒന്നാം പടി സ്വീകരിക്കലാണ് ഓരോ മീറ്റിങ്ങിലും അയാൾ ചെയ്യുന്നത്. ഞാൻ മദ്യാസക്തനാണ്, ഇന്ന് മദ്യപിച്ചില്ല. ഒരു തോൽവി സമ്മതിച്ചിട്ട് ആ ദിവസത്തെ ഒരു വിജയം പ്രഖ്യാപിക്കുന്നു. അപ്പൊ ഓരോ വ്യക്തിയും അതുകൊണ്ടാണ് ഷെയറിങ്ങിന്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നത്. ഓരോ അംഗങ്ങളും കിട്ടുന്ന അവസരം മുഴുവൻ ഷെയറിങ്ങിന് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ 100% പ്രാവർത്തികമാക്കുന്ന ഏകപടി ഒന്നാം പടി ആയതുകൊണ്ട് എല്ലാ ദിവസവും പരിചയപ്പെടുത്തുന്ന വ്യക്തി അറിഞ്ഞോ അറിയാതെയോ ഒന്നാം പടി പരിശീലിച്ചു കൊണ്ടേയിരിക്കുന്നു. അപ്പൊ ആ ഒന്നാം പടി പരിശീലനം തന്നെയല്ലേ ഞാനും നടത്തുന്നത്. അങ്ങനെ കുറെ നേരം ആ ചിന്ത എന്നിൽ കുറെ മുന്നോട്ട് പോയി. ആ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് എന്നിട്ട് എൻ്റെ കൈ ആരോ, ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും, എൻ്റെ കൈ ആരോ ഉയർത്തുന്നത് പോലെ അദ്ദേഹത്തിന്റെ നേരേക്ക് എൻ്റെ വലത് കൈ നീണ്ടു. ഞാൻ വെട്ടൊന്നു മുറിരണ്ട് സ്വഭാവമുള്ള ഒരു മനുഷ്യൻ. അറ്റ കൈക്ക് ഉപ്പ് തേക്കില്ല. എൻ്റെ അമ്മ പറയുന്ന കണ്ണിൽ ചോരയില്ല. അതൊക്കെ പലപ്പോഴും ഇപ്പോഴും ഉണ്ട്. പക്ഷെ അറിഞ്ഞുകൊണ്ട് ഞാനൊരു കൂടിച്ചേരലിൽ നിൽക്കുന്ന ഒരാളല്ല. പക്ഷെ എൻ്റെ കൈ ഉയർത്തി നിന്നപ്പോൾ അദ്ദേഹത്തിന്റെ കൈ വന്ന് ഷെയ്ക്ക് രൂപത്തിൽ വന്നു. ഞാൻ പറഞ്ഞു, സുഹൃത്തെ ക്ഷമിക്കണം, ഞാൻ നിങ്ങൾക്കെതിരെ വലിയ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചിട്ടുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം. അതിലെ സത്യാവസ്ഥകൾ എന്തൊക്കെയെന്ന് എനിക്കറിയില്ല. ഞാൻ കേട്ടത് മുഴുവൻ പറഞ്ഞുകൊണ്ട് കടന്നു. നിങ്ങളെ ഭാഗം ഞാൻ കേട്ടിട്ടില്ല. നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞതൊക്കെ നിങ്ങൾ പുറത്ത് മറന്ന് നമുക്ക് ആ പഴയ സൗഹൃദത്തിലേക്ക് തിരിച്ചു വരണം. അദ്ദേഹം എന്നെ ആലിംഗനം ചെയ്തു. തീർച്ചയായിട്ടും വലിയ സന്തോഷമായി എന്ന് പറഞ്ഞു. ആ സൗഹൃദം മുന്നോട്ട് പോകെ അദ്ദേഹം വീണ്ടും ഈ ഒരു ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഏതൊക്കെയോ അംഗങ്ങളായിട്ടുള്ള അയാളുടെ വ്യക്തിപരമായ പ്രശ്നമായിരിക്കാം, വീണ്ടും അകപ്പെട്ടു. ശരിക്കും അതിൽ നിന്ന് രക്ഷപ്പെടാനോ മറ്റോ അദ്ദേഹം അതിന്റെ കുറ്റം പെട്ടെന്ന് അത് വിനയനാണ്. അതായത് ഞാൻ പറയുന്നു, നിങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ ഒരു വിളി വരുന്നു, ഇങ്ങനെയൊരു കുറ്റകൃത്യം തെളിഞ്ഞിട്ടുണ്ട്, നിങ്ങളാണ് കുറ്റവാളി എന്ന് ഇതിലെ മോഡറേറ്ററായ രാജേഷ് ചേട്ടന് വരാതിരിക്കട്ടെ, ഒരു സ്റ്റേഷനിൽ വിളി വരുമ്പോൾ രാജേഷ് ചേട്ടൻ ഉടനെ പറയുന്നു, അത് ഞാനല്ല, അത് വിനയനാണ്. ഈ വിനയൻ എന്ന വ്യക്തിക്ക് ആ വസ്തുത അറിയേയില്ല, അല്ലെങ്കിൽ ഭാഗികമായിട്ടേ അറിയുള്ളൂ, അല്ലെങ്കിൽ എനിക്കതിൽ പങ്കില്ല. ശരിക്കും അതൊരു പരിഹാരം ചെയ്ത മനുഷ്യനോട് കിട്ടുന്ന തിരിച്ചടി ഞാൻ ഈ പ്രാർത്ഥനയിലേക്കാണ് വരുന്നത്, എന്നെ വല്ലാതെ നിരാശനാക്കി. എനിക്ക് മീറ്റിങ്ങിന് പോകാൻ പറ്റുന്നില്ല. ആൽക്കഹോളിക്സ് അനോണിമസിലെ മുതിർന്ന അംഗങ്ങൾ ഇങ്ങനെ ഉള്ള എട്ടും പൊട്ടും തിരിയാത്ത എന്നെപ്പോലുള്ള ആളുകളെ ചൂഷണം ചെയ്യുന്നത് പ്രതികരിക്കണ്ടേ? ഇനിയും ഞാൻ അയാളോട് തെറ്റണോ? ഒരു തവണ തെറ്റി വീണ്ടും യോജിപ്പിച്ചു. അയാളുടെ അപാകത കാരണം ഞാൻ വീണ്ടും അയാളുടെ സ്വഭാവ വൈകല്യം കാരണം ഞാൻ വീണ്ടും പെട്ടിരിക്കുന്നു. ഇതിനെതിരെ പ്രതികരിക്കണ്ടേ? ഞാൻ ഒരക്ഷരം മിണ്ടിയില്ല. ഞാൻ എൻ്റെ അടുത്ത 1-2 സുഹൃത്തുക്കളോട് പറഞ്ഞു. ഇപ്പൊ അതും പേടിയാണ്. ഈ ആൽക്കഹോളിക് സൗഹൃദ സംഭാഷണങ്ങൾ വരെ റെക്കോർഡിക്കലും രജിസ്റ്റേർഡും പിന്നെ ഫോൺ വഴി കേൾപ്പിക്കലും ഇതൊക്കെ അനുഭവത്തിൽ വരുമ്പോഴേ പഠിക്കുള്ളൂ. അതുവരെ എനിക്കിതൊക്കെ ഒരു ബാലരമ ചിത്രകഥകൾ മാത്രമായിരുന്നു. അപ്പോ ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ അദ്ദേഹം കാണിച്ച അപാകതയ്ക്ക്, അതുമൂലം എനിക്കുണ്ടായ വേദനയ്ക്ക്, അയാളുടെ പ്രത്യേക ആ ഒരു മനോവൈകല്യത്തിന് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇന്നലെയും ഞാൻ മീറ്റിങ്ങിന് പോയി, മിനിയാന്നും പോയി. എവിടെ? അദ്ദേഹം വരുന്ന മീറ്റിങ്ങുകളിൽ പോയി ഞാൻ ഇരുന്നു. അദ്ദേഹം വരുന്ന മീറ്റിങ്ങുകളിൽ ഞാൻ പോയിരുന്നു. സത്യത്തിൽ ഇവിടെ ആ നീരസം വീണ്ടും എന്നിലേക്ക് എനിക്ക് അറിയാം, തിരിച്ചടിക്കാൻ അറിയാം, തിരിച്ചു പറയാൻ അറിയാം. പക്ഷെ ഞാൻ അവിടെ ഇരുന്ന മീറ്റിങ്ങിലിരുന്നു, ഒരുമിച്ച് ചായ കുടിച്ചു. ഇതൊന്നും സംസാരിക്കുന്നില്ല. കാരണം കുറ്റവാളി ഞാനല്ല. എന്നെ നീരസത്തിന് ഞാൻ ഏൽപ്പിക്കുകയാണെങ്കിൽ നമ്പർ 1 ഒഫൻഡർ. ഒന്നും പറയണ്ട, കക്ഷി നോക്കിക്കോളൂ എൻ്റെ കാര്യം. ആ നീരസം അത്ര ശക്തിയേറിയതാണ്. അപ്പം ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ഒരു ഈ പടിപരിശീലനത്തിന്റെ ഭാഗമായിട്ട് എപ്പോഴും ഒരു ദൈവത്തെക്കുറിച്ച് പറയുന്നു, പ്രാർത്ഥിക്കാൻ പറയുന്നു, ഓർക്കാൻ പറയുന്നു. എപ്പോ അത് നഷ്ടപ്പെടുന്നു? കാരണം ദൈവത്തെക്കാൾ ശക്തിയുണ്ടോ ഈ പാപങ്ങൾക്ക് എന്ന് തോന്നാറുണ്ട്. അപ്പൊ എൻ്റെ കണ്ടെത്തൽ, മദ്യാസക്തൻ എന്ന രീതിയിൽ എൻ്റെ മുന്നിൽ കാലങ്ങളോളം ഭരിച്ചതും സഹവാസം നടത്തിയതും ഇത്തരം വൈകല്യങ്ങളെ കൂടിയാണ്.
അപ്പൊ പെട്ടെന്ന് കടന്നു വന്ന ദൈവത്തിന്റെ ശക്തിയെ ഞാൻ അറിയാൻ തുടങ്ങിയിട്ടില്ല. എനിക്ക് പെട്ടെന്ന് ഈ കറണ്ട് ഷോക്ക് അടിക്കുന്ന പോലെ അറിയുന്ന വികാരം എൻ്റെ ഇത്തരം ഈ ഈ ഈ പറയുന്ന നീരസം, ദേഷ്യം എന്നുള്ള ഈ അസൂയ, ഇതൊക്കെ എനിക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യാൻ തുടങ്ങും. ഇതുപോലെയോ ഇതിൽ ഒരു പടി മുന്നിലോ ഞാൻ ദൈവത്തെ എന്ന് ഫീൽ ചെയ്യാൻ തുടങ്ങുന്നോ, അന്ന് ഞാൻ കുറ്റവിമുക്തനാവുള്ളൂ. അപ്പോ അതുവരെ എന്നെ കുറിച്ച് എന്തെങ്കിലും അപവാദങ്ങളോ എന്തെങ്കിലും പരദൂഷണങ്ങളോ ഒക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും എനിക്കതിലൊരു പങ്കുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കി. അറിഞ്ഞോ അറിയാതെയോ ഞാൻ അതിൻ്റെ ഈ പറയുന്ന അവസ്ഥകളിലാണ് എന്നെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എനിക്കൊരു മുക്തി വേണമെങ്കിൽ ഈ പറയുന്ന ശക്തിയേക്കാളും എൻ്റെ ശക്തിയെ ഞാൻ വളർത്തിയെടുക്കേണ്ടതുണ്ട് എന്നൊരു കണ്ടെത്തലിലേക്ക് ഈ പറയുന്ന നീരസം എന്ന പ്രധാന കുറ്റവാളിയെ നേർക്ക് നേരെ ഒന്ന് സമ്പാദിക്കാൻ ഈ അവസരം ജ്വാല കൂട്ടായ്മയിലെ സേവകർ തന്നപ്പോ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയ അവസാനം, ഇതൊന്നും എഴുതി പിടിപ്പിച്ചതോ, ഞാൻ എൻ്റെ ഒരു സ്പീക്കർ മീറ്റിങ്ങിനെ കുറിച്ചുകൂടി പറയാം. ഞാൻ എഴുതി തയ്യാറാക്കുന്നതല്ല സംസാരിക്കാറ്. ഏകദേശം ഒരു ധാരണയിൽ വായിച്ച് എടുക്കും. പക്ഷെ ആ സമയത്ത് സംഭവിക്കുന്നത് മാത്രമേ എനിക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റുള്ളൂ. സ്വാഭാവികമായിട്ടും അതിലെൻ്റെ വ്യക്തി കഥകൾ ഉണ്ടായിരിക്കും. ഞാൻ ഇതിൽ ഇങ്ങനെ നോക്കി, വാട്ട് ഈസ് ഈ ഷെയറിങ്, ക്ലോസ്ഡ് മീറ്റിംഗ് ഷെയറിങ്, ഓപ്പൺ മീറ്റിംഗ് ഷെയറിങ്, സ്പീക്കർ മീറ്റിംഗ് ഷെയറിങ്, എല്ലാത്തിലും പറയുന്ന ഒരു കാര്യം നിങ്ങൾക്ക് വേണ്ടി സെർച്ച് ചെയ്യാം. അനുഭവവും ശക്തിയും പ്രതീക്ഷയും പരസ്പരം പങ്കുവെക്കുന്നതിലൂടെ വിഷയാവതരകൻ വിഷയത്തെക്കുറിച്ചുള്ള അനുഭവവും ശക്തിയും പ്രതീക്ഷയും വിഷയത്തെ ആസ്പദമാക്കി, അനുഭവത്തെ ആസ്പദമാക്കി പങ്കുവെക്കപ്പെടുമ്പോൾ, അത്രേ പറയുന്നുള്ളൂ. ക്ലോസ്ഡ് മീറ്റിങ്ങിലായാലും റിക്കവറി മീറ്റിങ്ങിലായാലും ഒക്കെ തന്നെ റിക്കവറിക്ക് വേണ്ടി പറയുന്നതൊക്കെ തന്നെ എന്നെ സംബന്ധിച്ച് അനുഭവമില്ലാത്ത, അനുഭവത്തെ സ്പർശിക്കാത്ത വാക്കുകളെ മാത്രം താലോലിക്കുന്ന രീതി എന്നെ സംബന്ധിച്ച് പുസ്തകം വായിച്ചുള്ള നീന്തൽ പരിശീലനമാണ്. എനിക്ക് നീന്താൻ കഴിയില്ല, ഞാൻ മുങ്ങിച്ചാവും. അപ്പോൾ ഇവിടെ എനിക്ക് പലപ്പോഴും ഉപകാരപ്പെടുന്നത് ആരെങ്കിലും, ഏതെങ്കിലും ഒരു നവാഗതൻ ഇനിയും ഞാൻ പറയണോ, ഞാൻ എങ്ങനെയാണ് പറയേണ്ടത്, അങ്ങനെ എനിക്ക് പറയാൻ കഴിയില്ലല്ലോ, ഷെയറിങ് അങ്ങനെ കേൾക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്, ഷെയറിങ് ചെയ്യാത്ത അംഗങ്ങളെ സാധാരണ കാണാറുണ്ട്. തീർച്ചയായും എപ്പോ പരസ്പരം പങ്കുവെക്കാൻ തുടങ്ങുന്നോ ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുകയും അപ്രകാരം മാത്രമേ നിങ്ങൾക്ക് അല്ലെങ്കിൽ എനിക്ക് മറ്റൊരാളുടെ മുന്നിൽ സന്ദേശമാവാൻ കഴിയുകയുള്ളൂ എന്ന് വിശ്വസിക്കാൻ തുടങ്ങി. അതിനൊരു അളവുകോലോ ഒരു സർട്ടിഫിക്കറ്റ് വിതരണമോ ഒന്നും തന്നെ ആൽക്കഹോളിക്സ് അനോണിമസിൽ നടക്കുന്നില്ല. എന്നോട് എൻ്റെ TK രവിയേട്ടൻ എന്ന് പറഞ്ഞ പഴയ അംഗം പറഞ്ഞത്, ഞാൻ ചോദിച്ചു എന്താണ് രവിയേട്ട AA? നീ ഇപ്പോ എങ്ങനെയാണോ അതാണ് നിന്റെ AA. സത്യത്തിൽ അതിൻ്റെ അർത്ഥം ഇന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇന്ന് ഞാൻ എന്തെങ്കിലും അസ്വസ്ഥതകളിലോ നീരസത്തിലോ ബുദ്ധിമുട്ടിലോ ആണെങ്കിൽ ഞാൻ AA എന്ന് വ്യതിചലിച്ചിരിക്കുന്നു. അതല്ല, ഞാൻ ഈ അവസ്ഥകൾക്കൊക്കെ ഒരു പരിഹാരം കണ്ടെത്തുന്ന ഒരു മാനസികാവസ്ഥയിലാണ്. എനിക്കൊരു സമാധാനം അനുഭവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇത് എൻ്റെ AA ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വിശാലമായ ഒരു ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഓരോ മീറ്റിങ്ങുകളും ഓരോ അംഗങ്ങളും നിരന്തരം ഈ സമയത്തും ലോകത്താകമാനം കൈമാറിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഭാഗമാവാൻ എനിക്കുമായതിൽ സന്തോഷം. എന്നെ കേട്ടതിന്, എന്നോടൊപ്പം സഹകരിച്ചതിന് നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി. സുബോധം നാം മനസ്സിലാക്കുന്ന ദൈവം ഇനിയും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കട്ടെ. താങ്ക് യു. മിസ്റ്റർ മോഡറേറ്റർ രാജേഷ് ഏട്ടാ കഴിഞ്ഞു. വേലു കഴിഞ്ഞിട്ടുണ്ട്.